വിശ്വാസം എല്ലാ മതങ്ങളിലുമുണ്ട്. നമ്മൾ ഏത് വീട്ടിൽ പോയിരുന്നാലും നമുക്കൊരു വിശ്വാസം വേണം, ഇതിടിഞ്ഞു പോകില്ല എന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ നേരത്തെ ശുദ്ധമാണ് എന്നുള്ള വിശ്വാസം. ഹോട്ടലിലൊക്കെ കയറി ആഹാരം കഴിക്കണമെങ്കിൽ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പം പറ്റുള്ളൂ, കാരണം അവിടെ എന്തൊക്കെ കിട്ടും നമുക്കറിയത്തില്ല. അപ്പം ജീവിതത്തിൽ എപ്പോഴും ഒരു ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത ദിവ്യശക്തികളിലുള്ള വിശ്വാസമാണ് എല്ലാ മതങ്ങളുടെ അടിസ്ഥാനം. എല്ലാ മതങ്ങളുടെ അടിസ്ഥാനം നമുക്ക് കാണാൻ പറ്റാത്ത ദിവ്യശക്തികളുടെ, അത് ദൈവം ദേവൻ എന്നൊക്കെ വിളിക്കുന്നവർ നമ്മളെ സഹായിക്കും എന്നുള്ള ഫെയ്ത്താണ്. എല്ലാ മതങ്ങളിലും ഉണ്ട്. നമുക്കറിയാം കർത്താവിൻ്റെ സുവിശേഷങ്ങളിലെല്ലാം ആ ദൈവം സഹായിക്കും, കർത്താവ് രോഗികളെ സൗഖ്യമാക്കും, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ട്. തെറ്റായ കാര്യമല്ല. തെറ്റായ ദൈവങ്ങളെ വിളിക്കുന്ന തെറ്റാണ്. പക്ഷേ ദൈവത്തെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഒരിക്കലും തെറ്റല്ല. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തെറ്റല്ല, നല്ല കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ അറിയിക്കുന്ന നല്ല കാര്യമാണ്. അങ്ങനെ അറിയിക്കാൻ എൻകറേജ്മെൻ്റ് ഉണ്ട്. നമുക്ക് രോഗം വന്നാൽ ദൈവത്തോടല്ലാതെ ആരോടും പറയാനില്ല. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിലൊരു തെറ്റുമില്ല. നമുക്ക് ദാരിദ്ര്യം ഉണ്ടായാൽ ദാരിദ്ര്യം മാറ്റണമെന്ന് കർത്താവിനോട് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആകുല ചിന്തകൾ ഉണ്ടായാൽ ദൈവമേ ആകുല ചിന്തകളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിലൊരു തെറ്റുമില്ല. കാരണം നമ്മുടെ അപ്പനാണ്. നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ അവനോട് പറയാം, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അതൊന്നും നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസമല്ല. അതാണ് നമ്മൾ പറയുന്നത്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതോ എന്നെ ജീവിതത്തിൽ അനുഗ്രഹിച്ചു എന്നുള്ളതോ ഒന്നും രക്ഷാകരമായ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മൾ അനുഭവിച്ചു പോകുന്ന കാര്യമാണ്. അതൊന്നും നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന വിശ്വാസമല്ല. ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത്, നമ്മുടെ സഭയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം രക്ഷാകരമായ വിശ്വാസം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. വിശ്വസിക്കാതെ എങ്ങനെയാണ് നമ്മൾ അവൻ്റെ മഹത്വത്തെ കാണാൻ പറ്റുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയൊരു വിശ്വാസം നമുക്ക് തരുന്നത്? എന്താണ് ആ വിശ്വാസം? ആ വിശ്വാസത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഈ ആശിക്കുന്നത് എന്താണ് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. എന്താണ് നിങ്ങൾ ആശിക്കുന്നത്? നമുക്ക് സാധാരണഗതിയിൽ ഈ ലോകത്ത് ഒത്തിരി മോഹങ്ങളുണ്ട്, ആശകളുണ്ട്. അതിനെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ മക്കളുടെ നല്ല ഭാവി, അല്ലേ, തലമുറ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ കുടുംബം നന്നാകണം, കുടുംബത്തിൽ സമാധാനം വരണം, രോഗം മാറണം. ഇതെല്ലാം നമ്മുടെ ആശകളാണ്. ആശിക്കുന്നത് നമുക്ക് ഉറപ്പായിരിക്കുകയും വേണം, എങ്കിലേ നമുക്കത് വിശ്വാസമെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലേ? അപ്പം നമ്മൾ എന്താശിച്ചാലും അത് ഉറപ്പായിരിക്കണം. ഉറപ്പാണെങ്കിൽ അതിനെ നമ്മൾ വിശ്വാസം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു നല്ല മാർക്ക് വേണം, പരീക്ഷയ്ക്ക് വേണ്ടി നല്ല മാർക്ക് വേണം. കർത്താവ് ഇന്ന് എനിക്ക് നല്ല മാർക്ക് തരും, വിശ്വസിക്കുന്നു. അതിനൊരു ഉറപ്പിനെയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഉറപ്പാണ് എപ്പോഴും ഫെയ്ത്ത്. ഒരു വിവാഹ ബന്ധത്തിലുള്ള പരസ്പര വിശ്വാസം അതൊരു ഉറപ്പാണ്. ആ ഉറപ്പാണ് ആ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഉറപ്പില്ലെങ്കിൽ അത് ഫെയ്ത്ത് അല്ല. ഉറപ്പില്ലെങ്കിൽ അത് ഫെയ്ത്ത് അല്ല. വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും അതിലൊരു ആശയുണ്ട്, ആശയ്ക്കൊരു ഉറപ്പുണ്ട്. ആശ ഇല്ലാതെ ഒരു വിശ്വാസമില്ല, അതുപോലെ ഉറപ്പില്ലാതെയും ഒരു വിശ്വാസമില്ല. എന്നാൽ എന്താണ് ആശിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ കാലഘട്ടം മാറിയപ്പോൾ, നമ്മുടെ തലമുറകൾ 1-2 കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തിന് നഷ്ടപ്പെട്ടത്, വിശ്വാസികൾക്ക് മൊത്തം പൊതുവെ നഷ്ടപ്പെട്ടത് എന്താണ് ആശിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ആശ? സ്വർഗത്തിൽ പോകണമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു കാത്തിരിപ്പ്, കർത്താവ് വരാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് പണ്ടുകാലത്തുള്ള പോലെ ഇന്നില്ല. തന്നെയുമല്ല, സ്വർഗത്തിൽ പോകും എന്ന് വലിയ കാര്യമായ ഉറപ്പൊന്നും നമുക്കില്ല താനും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കഷ്ടം സഹിച്ച് വിശ്വാസത്തിൽ വന്നു ഇറങ്ങി, പക്ഷേ അക്കരെ എത്തുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ലഭിക്കുന്നില്ല, ഉറപ്പ് ലഭിക്കുന്നില്ല. ആശിക്കുന്നത് അതുകൊണ്ട് തന്നെ പതുക്കെ ആശകൾ നമ്മൾ ഉറപ്പുള്ള കാര്യങ്ങളിലേക്ക് മാറ്റി. സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് നമ്മുടെ സമുദായങ്ങളിൽ നിന്ന്, നമ്മുടെ സഭകളിൽ നിന്ന് പോയിട്ട് കുറേ നാളുകളായി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാത്തിരിക്കാത്തത്. കർത്താവ് വരുമ്പോൾ എന്നെ കൊണ്ടുപോകും എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവന് വേണ്ടി കാത്തിരിക്കും. പക്ഷെ ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് ഞാൻ എങ്ങനെ കാത്തിരിക്കാനാണ്? അപ്പം ശരിക്കും ആശിക്കുന്നതിന് ഉറപ്പ് നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ ആശകളെല്ലാം മാറിപ്പോയി.
ഇന്ന് നമ്മൾ പ്രവാചകന്മാർ വന്നാലും ശുശ്രൂഷകർ വന്നാലും എല്ലാം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും ബ്രദറെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്ന അതാ പറയുന്നത്. എത്ര അനുഗ്രഹം വന്നാലും നമ്മളൊരു ദിവസം മരിക്കും. നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റാലും പിന്നെ മരിക്കും. ലാസർ മരിച്ചപ്പം കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു, പക്ഷെ എന്ത് സംഭവിച്ചു? പിന്നെയും മരിച്ചു. അന്നേരം കർത്താവ് പിന്നെ ഓടി വന്നോ? അയ്യോ, ഞാൻ എഴുന്നേൽപ്പിച്ച ലാസർ പിന്നെ ചത്തുപോയല്ലോ, ഒന്നുകൂടെ എഴുന്നേൽപ്പിച്ചേക്കാൻ വന്നില്ല. നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും പിന്നെ മരിക്കും. മരിക്കാതിരിക്കില്ല, മരിച്ചേ പറ്റുള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും. എത്ര പ്രാർത്ഥിച്ചത് നീട്ടിവെച്ചാലും ഒരിക്കൽ ആ ദിനം വരും. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ, ഈ ദേശത്ത് എന്തു പ്രാർത്ഥിച്ച് നേടിയാലും അതെല്ലാം താൽക്കാലികമാണ്. കാരണം ഒരിക്കൽ നാം മരിക്കുമ്പോൾ അതെല്ലാം വിട്ടു പോകേണ്ടി വരും. അപ്പൊ ദൈവം എന്ത് അത്ഭുതം ചെയ്യുന്നെന്ന് പറഞ്ഞാലും അവിടെ എല്ലാം ഒരു ലിമിറ്റേഷൻ ഉള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം, അത്ഭുതങ്ങളെല്ലാം ഈ ലോകത്ത് തീർന്നു പോകുന്ന കാര്യങ്ങളാണ്. അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഏതാനും വർഷത്തെ ഗുണമേ ഉള്ളൂ, ദോഷമേ ഉള്ളൂ. എൻ്റെ ഒരു രോഗം മാറി, കർത്താവേ എൻ്റെ രോഗം മാറ്റിയതിനായി സ്തോത്രം, അത്രയും നല്ലതാ. പക്ഷെ എത്ര നാളത്തേക്കാ? കൂടി വന്നാൽ 50 വർഷം, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷം. ഒരു ദിവസം നമ്മൾ പോയേ പറ്റുള്ളൂ. എല്ലാവരും എന്തോ ഞെട്ടിയിരിക്കുമല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ച് നേടിയാലും, നല്ലൊരു വീട് പണിതു, പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നല്ല വീട് പണിതു, അപ്പോഴത്തേക്കും പ്രായമായി. അധ്വാനിച്ച് വീട് പണിതപ്പോഴേക്കും പ്രായമായി, മരിച്ചും പോയി. വീടൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എല്ലാം ഇവിടെ കെട്ടിപ്പണിതിട്ടുണ്ട്. എല്ലാം വിശ്വാസം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് നേടിയതാ. പക്ഷെ എല്ലാം താൽക്കാലികമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് അത്ഭുതങ്ങൾ നടക്കുമ്പോൾ താൽക്കാലികമായ അത്ഭുതങ്ങൾ നമുക്ക് ആവശ്യമാണ്, അതില്ലെന്ന് പറയരുത്. കാരണം അവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. താൽക്കാലികമായ അത്ഭുതങ്ങൾ, നമുക്ക് അടയാളങ്ങളെല്ലാം വേണം. കാരണം സുവിശേഷം ഒരു ദേശത്ത് ഉറപ്പിക്കപ്പെടുന്നത് അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെയാണ്. നമ്മളൊരു ദേശത്ത് ചെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പരിചയമില്ലാത്ത ഒരു ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിക്കുന്ന ദൈവം ആരാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ കാണാം. വളരെ വലിയ അടയാളങ്ങളുടെ അത്ഭുതങ്ങളോട് കൂടിയുമാണ് അവൻ ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിച്ചത്. എന്നാൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ ഇത്തിരി മുമ്പോട്ട് പോകുമ്പോൾ, ലേഖനങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. പതുക്കെ ഈ അത്ഭുതങ്ങളുടെ അളവ് കുറയുന്നുണ്ട്. എപ്പഫ്രൊദിത്തോസ് രോഗിയായിരുന്നപ്പോൾ പൗലോസ് പേടിച്ചു പോയി, മരിച്ചു പോകുമെന്ന്. തുണി വേണമെങ്കിൽ മേലത്തിട്ടാൽ മതിയായിരുന്നു, പക്ഷെ തുണി കൊണ്ടൊന്നും നേരം സൗഖ്യമാവുന്നില്ലായിരുന്നു. മർക്കോസിന് സുഖമില്ലാതായപ്പോൾ അവന് വീട്ടിൽ പറഞ്ഞു വിട്ടു. പലരും രോഗാവസ്ഥയുടെ കടന്നുപോയി. തിമോത്തിയോസിന് രോഗം വന്നപ്പം ഇത്തിരി വീഞ്ഞു കുടിച്ചോളാൻ പറഞ്ഞു. നമുക്കിപ്പോൾ ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു കോൺട്രവേഴ്സിയാണ്, ഈ വീഞ്ഞു കുടിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കർത്താവ് വീഞ്ഞു ഉണ്ടാക്കി കൊടുത്തില്ലേ? പഴയ നിയമത്തിലൊക്കെ വീഞ്ഞു കുടിച്ചോളാൻ പറഞ്ഞിട്ടില്ലേ? പ്രിയ സഹോദരങ്ങളെ, അതെല്ലാം ശരിയാ. കർത്താവ് വീഞ്ഞ് തന്നെ ഉണ്ടാക്കി കൊടുത്ത് നല്ല ഒന്നാന്തരം വീഞ്ഞായിരുന്നു എന്ന് വിരുന്നുവാഴി കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞു. സാധാരണ എല്ലാവരും ബൂസ് ആയി ബോധം നഷ്ടപ്പെട്ട ശേഷമാണ് പഴയ വീഞ്ഞ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ കൺട്രോൾ എല്ലാം വിട്ട് കഴിഞ്ഞപ്പോൾ നീ പുതിയ വീഞ്ഞുമായിട്ട് വന്നല്ലോ എന്ന് പറയുകയും ചെയ്തു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? പുതിയ നിയമത്തിൽ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് എഴുതാൻ ഒരു കാരണമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ പുനഃസൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ കേൾക്കേണ്ട ശബ്ദങ്ങൾ ആത്മാവിന്റെ ശബ്ദങ്ങളാണ്. ആത്മാവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ എത്ര സുബോധമുള്ളവരാണെങ്കിലാണ് ആത്മാവിൽ കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് ആത്മാവ് ഉള്ളിലുള്ള ഒരാൾ മദ്യം കഴിച്ചാൽ അതിനർത്ഥം അവൻ ദൈവത്തോട് അവന്റെ വാതിൽ അടയ്ക്കുന്നു എന്നാണ്. കാരണം അവൻ ആത്മാവിന്റെ ശബ്ദം പിന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അവൻ സുബോധം നഷ്ടപ്പെട്ട ഒരു മനസ്സിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയില്ല. അതുകൊണ്ട് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, ആ മദ്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ നമ്മളെ അകറ്റിക്കളയുക തന്നെ ചെയ്യും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ആ മദ്യത്തിലൂടെ ചെയ്യുന്നത്. വെളിയിൽ നമ്മൾ മൂറോനെന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പൂശിയാൽ കുഴപ്പമില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അകത്ത് എന്ത് ചെന്നാലും കഞ്ചാവ് ചെന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അകത്ത് ആത്മാവിനെ പാനം ചെയ്ത ഒരുവൻ, അകത്ത് ആത്മാവിനെ ലഭിച്ച ഒരുവൻ സുബോധത്തോടെ ഇരുന്നില്ലെങ്കിൽ അവൻ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയായിരിക്കും. കാരണം ആത്മാവ് ഇടപെടുന്നു എപ്പോഴും. ഇനി ആത്മാവുള്ള നമുക്ക് പലപ്പോഴും ആത്മാവിന്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ സുബോധം കൊണ്ട് നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? ദൈവാത്മാവിനെതിരെയുള്ള, അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ആത്മാവിനാലുള്ള ഒരു നിയമം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ വീഞ്ഞു കുടിക്കരുതെന്നും മദ്യം കഴിക്കരുതെന്നും അതുപോലെ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നൊക്കെ എഴുതാനുള്ള കാരണം. പൗലോസ് തിമോത്തിയോസിന് എഴുതിയത് തെറാപ്യൂട്ടിക്ക, അതായത് ആൽക്കഹോൾ കണ്ടന്റ് ഒരു ലേശം
ആ ലേശം കുടിക്കാനാണ് പറയുന്നത്. അത് മരുന്ന് പോലെയാണ്. മരുന്ന് പോലെ നമ്മൾ ചെറിയ ഹോമിയോ മരുന്നിനകത്ത് വരെ ഉണ്ട് ആൽക്കഹോളിക് കണ്ടന്റ്. അതല്ലാതെ ദാറ്റ്സ് നോട്ട് അബൌട്ട് ഡ്രിങ്കിങ് വൈൻ. അത് പാപമാണ് പുതിയ നിയമത്തിൽ. കാരണം പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഒരു ഒഫൻസാണ് നമ്മൾ സുബോധമില്ലാത്തവരായിരിക്കുന്നത്. എപ്പോഴും ഉണർന്നും ജാഗരിച്ചും ഇരിക്കേണ്ടവരാണ്. നമുക്ക് ഉറങ്ങുമ്പോൾ മാത്രമേ ആ ബോധം സസ്പെൻഡ് ചെയ്യാൻ അവകാശമുള്ളൂ. ഉറങ്ങുന്ന സമയത്ത് മാത്രം. അല്ലാത്ത എല്ലാ സമയത്തും നമ്മൾ സുബോധമുള്ളവരും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരും ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവരും ആയിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ ആ സന്ദർഭവശാൽ അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഓട്ടം നമ്മൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് ലൗകികമായ കാര്യങ്ങളിലേക്ക് ഇത് സ്ലിപ്പാവുമ്പോഴാണ്. ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് നമ്മൾ ആ വിശ്വാസത്തെ ദുർവിനിയോഗം ചെയ്തിട്ട് ആശകൾ വർദ്ധിച്ചിട്ട് അത്യാഗ്രഹമായിട്ട് അതെല്ലാം സാധിപ്പിക്കാൻ നമ്മൾ വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ കാര്യം ആലോചിച്ചെങ്കിൽ ഒറ്റ മുറിയുള്ള ഒരു വീട് പണിയാനാണോ 3 നിലയുള്ള ഒരു വീട് പണിയാനാണോ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം വേണ്ടത്? പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ടത് ഏതിനു വേണ്ടിയായിരിക്കും? 3 നിലയുള്ള വീടിന് അത്യാഗ്രഹം ഏതാ? 3 നിലയുള്ള വീട്. അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്തോ ശരിക്കും? കൂടുതൽ വിശ്വാസം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കൂടുതൽ അത്യാഗ്രഹം. അങ്ങനെയല്ലേ വരുന്നത്? നോക്കി ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാം അല്ലേ? നമ്മുടെ പിള്ളേർ ജസ്റ്റ് പാസ്സാവുന്ന പിള്ളേരാണെങ്കിൽ അവൻ 1ാം റാങ്ക് തന്നെ കിട്ടണം. അത് ആഗ്രഹം, അത്യാഗ്രഹം. എന്ത് കാര്യത്തിനും നമുക്ക് പറ്റുന്നതിൻ്റെ അപ്പുറത്ത്, വേണ്ടതിൻ്റെ അപ്പുറത്ത് ആഗ്രഹിക്കുന്നതിനാണ് നമ്മൾ അത്യാഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് എന്തു വേണോ അതിൻ്റെ മുകളിൽ ആഗ്രഹിക്കുന്നതിന്. ഇന്നത് പാപമാണെന്നല്ല. നമ്മൾ രാവിലെ വായിച്ച പറഞ്ഞ അത്യാഗ്രഹികളെല്ലാം എന്ത് ചെയ്യുന്ന പറഞ്ഞ് മരണയോഗ്യരെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കിന്ന് ആത്മാവ് അത്യാഗ്രഹം നിറവേറ്റാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആത്മാവിൻ്റെ ചലനങ്ങൾ കാണാത്തത്. എന്തുകൊണ്ടാണ് സഭയിൽ ആത്മാവ് ഇന്ന് ഇടപെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ആത്മാവിൻ്റെ ഒരു കൃപാവരം ഉണ്ടായാൽ പോലും അവൻ സഭയിൽ ശുശ്രൂഷിക്കുകയല്ല, അതൊരു മിനിസ്ട്രിയായി ബിസിനസ്സായി ഡെവലപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ആത്മാവിൻ്റെ ഒരു കൃപാവരം ഒരാൾക്ക് ലഭിച്ചാൽ, ഒരു ശുശ്രൂഷ ഒരാൾക്ക് ലഭിച്ചാൽ, പിന്നെ അയാളെ പിടിച്ചാൽ കിട്ടത്തില്ല. അയാൾ ആർക്കും കീഴടങ്ങത്തില്ല. അയാളൊരു സഭയ്ക്കും കീഴടങ്ങിയിരിക്കില്ല. അയാൾ നാട് മുഴുവൻ മിനിസ്ട്രി ഉണ്ടാക്കും. കല്ലുകളെല്ലാം അപ്പമാക്കി മാറ്റും. ചുറ്റുമുള്ള കല്ലുകളെല്ലാം അപ്പമാക്കി മാറ്റുന്നതിന് അടുത്ത പരിപാടി. അങ്ങനെ പതുക്കെ പതുക്കെ മോഹങ്ങൾ നമ്മളെ വിഴുങ്ങിക്കളഞ്ഞപ്പോൾ, താൽക്കാലികമായ ഈ ലോകത്ത് നശിച്ചു പോകുന്ന സാധനങ്ങളിലേക്ക് നമ്മുടെ മോഹങ്ങൾ ചുരുങ്ങിയപ്പോൾ വിശ്വാസം അട്ടിമറിക്കപ്പെട്ടു. ഇന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്നുള്ളത് മോഹിക്കുന്നതിൻ്റെ ഉറപ്പാക്കി പിശാച് മാറ്റി. സമ്മതിച്ചോ? അല്ലേ? നിങ്ങൾ പറ, സ്വർഗത്തിൽ പോകുന്ന നല്ല 100% ഉറപ്പുണ്ടോ? പാടാ. എത്ര വർഷമായി നമ്മൾ കഷ്ടപ്പെടുന്നു. നാട് വിട്ടു, നാമധേയ, നാട് വിട്ടു, വീട് വിട്ടു എന്നാണോ കൂട് വിട്ടുന്നാണോ? നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്യുന്നവർ എങ്ങോട്ടാ? എങ്ങോട്ടാ മക്കളെ, സഹോദരങ്ങളെ? ഈ നാടെല്ലാം വിട്ട്, നാമധേയ കൂട്ടം വിട്ട് എങ്ങോട്ടാന്ന് അറിയാൻ വയ്യാത്ത യാത്രയാണോ? സ്വർഗത്തിൽ പോവോ? ഞാൻ പണ്ട് പറഞ്ഞ പോലെ, പണ്ടത്തെ കാലത്ത് ഒരു ട്രാക്ട് എഴുതിയാൽ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയെന്ന് ഇന്നങ്ങനെ ചോദിച്ചാൽ നമ്മൾ തന്നെ പേടിച്ചു പോകും. ഇന്ന് നിത്യത എന്ന് പറയുന്നൊരു പേടി സ്വപ്നമായിട്ട് വന്നിരിക്കുവോ? ഇപ്പം മരിക്കാൻ കിടക്കുന്ന രോഗിയോട് ഒരാളുടെ നിത്യതയ്ക്കിലേക്ക് പോകാൻ ഒരുങ്ങണം പറഞ്ഞാൽ അവൻ പേടിച്ചു പോകും. അവന് പോകണ്ട. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ പറഞ്ഞത് ഈ വർഷം കേട്ട ഒരു കാര്യം. അത് ഈ വർഷമല്ല, 2019. നിന്നെ സമയത്തിനു മുമ്പേ നിത്യതയിലേക്ക് തള്ളിയിടാൻ പിശാച് ആലോചന ചോദിച്ചുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കി. നിത്യതയിലോട്ട് പോകുന്ന പേടിച്ചിരിക്കുന്ന വിശ്വാസികളാണ്. അവരാണ് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ ആഴ്ച വട്ടക്കാലം അനേകം ആൾക്കാർ നിത്യതയിലോട്ട് പോയപ്പം, നിന്റെ അടുത്തേക്ക് പോയപ്പം, എന്നെ മാത്രം നിന്റെ അടുത്ത് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിയതിനായിട്ട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവൂല. എങ്ങനത്തെ കേട്ടിട്ടുണ്ടോ പ്രാർത്ഥന? നന്ദി പറച്ചില്. വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുന്നത് നല്ലത് എന്താ തോന്നാത്തെ? പോകുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് തോന്നാത്തത്. നമ്മൾ വിശ്വാസം തകർക്കപ്പെട്ട ഒരു സമൂഹമാണ്. നമുക്കാകെ ഉള്ളത് പുറമേയുള്ള ബഹളമാണ്. അകത്തോട്ട് ഇറങ്ങിയ ഫെയ്ത്ത് എന്ന് പറയുന്നൊരു സാധനം നമുക്കില്ലാതായി തകർക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഇന്ന് പെന്തക്കോസ്ത് സമൂഹം പോകുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രത്യാശയുടെ ശബ്ദങ്ങൾ ഇല്ലാതെ പോകുന്നതുകൊണ്ട് നമ്മൾ എന്ത് വിശ്വസിച്ച് എന്ത് നേടിയാലും ക്രിസ്തുവിനെ നേടാത്തവൻ എന്നും ദരിദ്രനായിട്ട് നശിക്കുകയുള്ളൂ. ഇന്നത്തെ ശുശ്രൂഷകളും അതാ ചെയ്യുന്നത്. ജനങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അവർക്കറിയാം. പാസ്റ്റർമാർക്ക് കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഒരു മീറ്റിങ്ങിന് വരാൻ നേരത്ത്
അദ്ദേഹം ഈ പാസ്റ്ററെ വിളിച്ച്, ഇവിടുത്തെ പാസ്റ്റർ വിളിച്ച് ചോദിച്ചു ഇവിടുത്തെ ട്രെൻഡ് എന്താന്ന്. പുള്ളി ഫോറിനിൽ നിന്ന് വരുവാ. അപ്പൊ ട്രെൻഡ് അനുസരിച്ച് പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടിയാ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കർണത്തിന് പ്രസാദമായിട്ട് പ്രസംഗിച്ച് നാളെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നയാളല്ല. അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സത്യം പറഞ്ഞിട്ട് പോകാൻ, കർത്താവിന്റെ സ്ഥാനത്ത് കയറി നിൽക്കാൻ പറ്റാത്ത പ്രസംഗകർ വന്ന് നിറയുന്നത് കൊണ്ടാണ് ശുശ്രൂഷകളെ വളർത്താൻ വേണ്ടി പ്രസംഗിക്കാനും ആളുകളുടെ അംഗീകാരത്തിന് വേണ്ടി ഓടാനും തുടങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം സഭകളിൽ ഇല്ലാതെ പോകുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇത് പറയുകയും ചെയ്തു ആ പ്രസംഗത്തെക്കുറിച്ച്. നല്ലൊരു പ്രസംഗം. ഇന്ന് രാത്രി കർത്താവ് വരും, വന്നാൽ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നല്ല ആ അന്ത്യകാലത്തേക്ക് കർത്താവിന്റെ ജനത്തെ ഒരുക്കുന്ന ഒരു പ്രസംഗം. ഇതെല്ലാം കേട്ട് ഈ ജനമുണ്ടല്ലോ മയിൽക്കുറ്റി പോലെ ഇരിപ്പ, അനങ്ങുന്നില്ല. ഒരു സ്തോത്രവും ഇല്ല, ഹല്ലേലൂയ ഇല്ല, ഒന്നുമില്ല. പുള്ളി മടുത്തു. കർത്താവ് വരും എന്നും പറഞ്ഞാൽ തുള്ളിച്ചാടുന്ന മനസ്സൊന്നും ഇന്നില്ല. അതാ പാവത്തിന് മനസ്സിലായില്ല. പുള്ളി കർത്താവ് വരുന്നു, വൈബ്രേഷൻ കൂട്ടി നോക്കി, സൗണ്ട് കൂട്ടി നോക്കി, ഒരനക്കോ ഇല്ല. പിന്നെ ആകെ ഒരു പ്രസംഗം ജയിക്കണമെങ്കിൽ അതിന് അവസാനം ഒരു എരിപിരി ഒരു 15 മിനിറ്റ് ഉണ്ട്, ഒരു 5 മിനിറ്റ്. അതങ്ങ് ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും കൊണ്ട് ഞെട്ടിപ്പിച്ച് സൗണ്ടൊക്കെ എടുത്ത് വേർപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ മിനിസ്റ്റർ ജയിക്കുള്ളൂ. പുള്ളി നോക്കിയിട്ട് കർത്താവ് വരുമെന്നും പറഞ്ഞിട്ടൊന്നും ഒരു അനക്കോ ഇല്ല, ആരും അനങ്ങുന്നില്ല. പുള്ളി ഉടനെ അവസാനത്തെ 5 മിനിറ്റ് ആ പ്ലേറ്റ് ഒന്നും മറിച്ചു വെച്ചു. പുള്ളി പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തിന് നടുവിലേക്ക്. അപ്പോഴേക്കും തുടങ്ങി എന്താ ബഹളം, കോൺഗ്രിഗേഷൻ എല്ലാം ഇളകി. അതാണ് വേണ്ടത്. കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നവരെ ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ വിഷയങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവ്, അതാണ് വേണ്ടത്. അത് പുള്ളി അങ്ങ് പറഞ്ഞപ്പോഴേക്കും ആളുകൾ അങ്ങ് ഇളകി. അതിന് തക്കതായൊരു വൈബ്രേഷനും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം എന്താ പറയുന്നത്, ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചിലർ വേളാങ്കണ്ണിയിൽ പോകുന്നു, ചിലർ നോമ്പ് നോക്കുന്നു, ചിലർ ശബരിമലയ്ക്ക് പോകുന്നു, ചിലർ പള്ളിയിൽ വരുന്നു എന്നുള്ളതല്ലാതെ കർത്താവിനെ മോഹിക്കുകയോ ആഗ്രഹിക്കുകയോ ആ ഒരു സ്വപ്നം കാണുകയോ കർത്താവെ നീ എന്ന് വരുമെന്ന് ചോദിക്കുകയോ അങ്ങനൊരു കാത്തിരിപ്പോ അങ്ങനൊരു ഉറപ്പോ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് എത്രയോ കാലങ്ങളായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു 60-70 വർഷങ്ങൾക്ക് മുമ്പ് എഴുതുന്ന പാട്ടുകൾ, അതിനകത്തെല്ലാം ഈ അവസാനത്തെ ഒരു പാരഗ്രാഫ് വരുമ്പം പ്രത്യാശ, കർത്താവ് വരും, ഞാൻ പറന്നു പോവും. അങ്ങനെയാണ് എല്ലാ പാട്ടുകളുടെ തീരുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഒരു പാട്ടിൽ പോലും ഈ കർത്താവ് വരും, ഞാൻ പോകും, പോകണം, അങ്ങനെ ഒരു ദാഹമില്ല. എൻ്റെ അധ്വാന ഫലമെല്ലാം ഞാൻ തന്നെ തിന്നു തീർക്കുന്ന, അതാണ് ഇന്നത്തെ പാട്ട്. ഇതൊരു വീഴ്ചയുടെ ലക്ഷണമാണ്. നമുക്ക് ആ വിശ്വാസം കണ്ടെത്താൻ പറ്റുന്നില്ല. വചനത്തിന്റെ കേൾവിയാൽ മാത്രമേ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. കർത്താവിന്റെ നീതിയുടെ വെളിപ്പാടിനാലാണ് വിശ്വാസം ഉണ്ടാകുന്നത്. കർത്താവിന്റെ വിശുദ്ധിയെക്കുറിച്ചും തേജസ്സിനെക്കുറിച്ചും നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രവൃത്തിയാൽ നടക്കില്ല, അത് ഫെയ്ത്തിനാൽ മാത്രമേ നടക്കുകയുള്ളൂ. കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്നുള്ളൊരു നിലവിളി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അത് ഫെയ്ത്തായിട്ട് മാറുന്നത്. ആ നിലവിളിയാണ് ശരിക്കും ഫെയ്ത്ത്. എന്നെ രക്ഷിക്കാനൊരു കർത്താവുണ്ട്, ഹി വിൽ സേവ് മീ. എനിക്ക് പറ്റത്തില്ല, പക്ഷെ ദൈവം എന്നെ രക്ഷിക്കും. ആ ഒരു നിലവിളി നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണ് ഈ ഫെയ്ത്ത്. അപ്പൊ വചനത്തിന്റെ പ്രസംഗത്താൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. കർത്താവിന്റെ സുവിശേഷം വെളിപ്പെടുത്തേണ്ട രീതിയിൽ വെളിപ്പെടുത്തിയാൽ ആ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. രക്ഷയുടെ ഉറപ്പ് അതെങ്ങനെയാണ് ഒരാൾക്ക് ലഭിക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നുള്ള ബോധ്യമില്ലാത്ത ഒരാൾ എന്തിനാ ഈ ലോകത്തെ ഉപേക്ഷിക്കുന്നത്? സ്വർഗവുമില്ല, സ്വർഗം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമി ഉപേക്ഷിക്കാം. പക്ഷെ സ്വർഗം ഉണ്ടെന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് ഈ ഭൂമി നമുക്ക് എങ്ങനെ കൈവിടാൻ പറ്റും? നമുക്ക് ആകെ ഉള്ളത് ഇതാ, അങ്ങോട്ട് പോകുമെന്നൊരു ഉറപ്പുമില്ല. അപ്പൊ പിന്നെ ഈ ലോകത്തെ ഉപേക്ഷിക്കാനും നമുക്ക് കഴിയത്തില്ല. പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പ് നഷ്ടപ്പെടുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. വി ആർ നോട്ട് അഷ്വേർഡ് ഓഫ് സാൽവേഷൻ. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, രക്ഷിക്കപ്പെട്ടോ എന്നും അറിയത്തില്ല. ഒരാളുടെ ഉള്ളിൽ ആത്മാവുണ്ട്, അവൻ വീണ്ടും ജനിച്ചവനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ വിചാരിക്കുന്ന അന്യഭാഷ എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനേക്കാളൊക്കെ ഒബ്വിയസ് ആയിട്ടൊരു തെളിവുണ്ട്. ആത്മാവില്ലാതെ അതുണ്ടാവില്ല. ആത്മാവുള്ള എല്ലാവർക്കും അത് ചെറിയ അളവിലെങ്കിലും ഉണ്ടാകും. ആ തെളിവാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അന്യഭാഷ പറയുന്നവരും പറയാത്തവരും ആ തെളിവ് പരിശോധിക്കുന്നത് നല്ലതാ. ഇതുണ്ടോയിട്ടുണ്ടോ, അത് പ്രധാനമാണ്. റോമാലേഖനം 8:23 പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട്.
ഉള്ളിൽ ഞരങ്ങുന്നു. എന്തിനു വേണ്ടി ഞരങ്ങുന്നു? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങും. ഈ ഞരക്കം എന്തിനു വേണ്ടിയുള്ളതാ? നമ്മൾ രാവിലെ കണ്ടു, നമ്മളെ പാപത്തിൽ വീഴിക്കുന്നത് ശരീരമാണ്, ശരീരത്തിന്റെ അൺനോൺ പാർട്ട് ഓഫ് ദ ഫ്ലഷ്. അപ്പം ആത്മാവ് ഉള്ളിൽ വരുമ്പോഴേക്കും നമുക്കൊരു കാര്യം അറിയാം, ഒരു വിക്ടോറിയസ് ലിവിങ് നമുക്ക് പോസിബിൾ ആണ്. പക്ഷേ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ ശരീരം മാറണം. അപ്പൊ നമ്മുടെ എല്ലാ ആത്മാവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ഞരക്കമാണ്, കർത്താവെ എന്ന് ഞാൻ പാപത്തിന്റെ ഈ സാന്നിധ്യത്തിൽ തന്നെ രക്ഷപ്പെട്ട് നിന്റെ തേജസ്സിൽ നിന്റെ അടുത്തിരിക്കും. അത്രയും ഭയങ്കര വെറുപ്പാണ് ആത്മാവ് ഒരാളിൽ പാപത്തെക്കുറിച്ച് ഉണ്ടാക്കുന്നത്. ആത്മാവ് ഉള്ളിലുള്ള ആൾക്ക് പാപം അസഹനീയമാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു വെപ്രാളമാണ് അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അൾട്ടിമേറ്റ്ലി അത് അവൻ്റെ ശരീരത്തിന്റെ തേജസ്കരണത്തിലൂടെ നടക്കുള്ളൂ എന്ന് അവനറിയാം. അതുകൊണ്ട് ആത്മാവ് ഉള്ളിലുള്ളവർക്കെല്ലാം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടിയുള്ള ഒരു ഞരക്കമുണ്ട്. നിങ്ങൾക്ക് ആ ഞരക്കമുണ്ടോ? കർത്താവ് വരാൻ വേണ്ടിയുള്ള ഒരു ഞരക്കമുണ്ടോ? കർത്താവേ നീ എപ്പോൾ വരും? ഈ ഞരക്കം എന്ന് പറയുന്നത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ചേച്ചേ 19-20 വർഷമായി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാ? കർത്താവ് വരാൻ വേണ്ടി. ഈ 19 വർഷത്തെ കണക്ക്, 19 വർഷം മുമ്പാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു, ഓരോ ദിവസം എഴുന്നേറ്റ് ഇന്ന് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് തീരുമാനിക്കുന്നതിന് പകരം ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ ഒരുക്കത്തോടെ കാണപ്പെടുമോ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് എഴുന്നേക്കണം, കിടക്കണം. 19 വർഷം. എന്നിട്ട് എന്നോട് പറയുക, ഇത്രയും നാളായിട്ടും കർത്താവ് വന്നില്ല, 19 വർഷമായി, ഇനി നമ്മുടെ ജീവിതകാലത്ത് എങ്ങാനും വരാതിരിക്കുമോ? ഇനി നമ്മുടെ പിള്ളേരുടെ കാലത്തും എല്ലാം വരുള്ളായിരിക്കും അല്ലേ എന്ന് എന്നോട് ചോദിക്കുക. എനിക്ക് ഓർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഇതാണ് കാത്തിരിപ്പ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പനിയായിട്ട് കിടക്കുക, ഇവിടെ അല്ല വെളിയില്ല. അപ്പം ഞാൻ പറഞ്ഞു പനിയും എല്ലാം, ഇവർ നേഴ്സാണ്, കൊറോണ എൻഡമിക് ഏരിയ. അപ്പം ഞാൻ പറഞ്ഞു ഇനി കൊറോണ വല്ലതും ആണോ എന്ന് ചോദിച്ചു. പറയാം ആയിരുന്നാൽ മതിയായിരുന്നു, കർത്താവിൻ്റെ അടുത്തോട്ട് പെട്ടെന്ന്. ഞാൻ പറഞ്ഞു ഇതെന്തായി പറയുന്നത്? ഈ ഭൂമി വലിയ കാര്യമല്ല, കാരണം അതൊരു വലിയ ഉറപ്പാണ്. ഒരു കാലത്ത് സഭ മുഴുവൻ ഈ ഉറപ്പിനെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും കാത്തിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു കാലം ഇന്ന് പോകാൻ കാരണം എങ്ങനെയാണ് കർത്താവിന്റെ പ്രസൻസിലേക്ക് ചെല്ലുന്നതെന്നോ നമുക്കതിനുള്ള അവകാശം എന്താണെന്നോ നമുക്ക് ഉണ്ടോന്നോ ദൈവം നമ്മളെ അംഗീകരിക്കുന്നുണ്ടോന്നോ ഒന്നും നമുക്കറിയാൻ വയ്യ. കാരണം അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഫൗണ്ടേഷൻ പോയതോടുകൂടി എന്ത് ചെയ്താൽ കർത്താവിൻ്റെ അടുത്ത് അപ്രൂവൽ ഉണ്ടാകും എന്നെനിക്ക് അറിയത്തില്ലാതായി. സ്നേഹിക്കണം എന്നറിയാം, പക്ഷെ എത്ര പെർസെൻറ്റേജ് എന്നറിയത്തില്ല. നമ്മളെല്ലാം മനുഷ്യർക്ക് ഒരു പെർസെൻറ്റേജ് ഉണ്ട്, 10, 50, 30 അറിയില്ല. എപ്പോഴാ ഈ സ്വർഗത്തിലേക്ക് എന്നാ പിന്നെ നീ മെറിറ്റ് ആയി, ഓക്കെ 70 കട്ട് ഓഫ്, നീ അകത്ത് പോക്കോ, അങ്ങനെ വരൂ? ആർക്കും ഒരു പിടിയില്ല. അനുസരിക്കണം എന്നറിയാം, പക്ഷെ എത്ര പെർസെന്റ് എന്ന് അറിയത്തില്ല. ക്ഷമിക്കണം എന്നറിയാം, എത്ര പെർസെന്റ് എന്ന് അറിയാൻ മേല. കുറേയൊക്കെ ക്ഷമിക്കുന്നുണ്ട്, കുറേയൊന്നും ക്ഷമിക്കുന്നില്ല. അപ്പം നമുക്കൊരു സംശയമാണ്, ക്ഷമിച്ചിട്ടുണ്ടോ, പൂർത്തിയായോ, പ്രവൃത്തികൾ മതിയോ, ഇനി എന്താ വേണ്ടേ, അറിയത്തില്ല. കൺഫ്യൂഷനാണ്. നിങ്ങൾ പാവങ്ങളെ സഹായിക്കണം, നല്ല കാര്യമാണ്, പക്ഷെ എന്തോരം സഹായിക്കണം? എത്ര സഹായിച്ചാൽ ദൈവത്തിന്റെ ക്വാളിഫയിങ് മാർക്കിന് മുകളിൽ വരും? അങ്ങനെ വരുമോ? അങ്ങനെ ഒരു മാർക്കുണ്ടോ? ഒന്നും അറിയത്തില്ല. അപ്പൊ പലതരം നീതികൾ, യേശുക്രിസ്തുവിൻ്റെതല്ലാത്ത നീതി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല, എത്ര വേണം. ഇപ്പൊ ചേസിനെ ഞാൻ ആദ്യമൊക്കെ പ്രസംഗിക്കാൻ നേരത്ത് പിള്ളേരെ വളർത്തിയ കഥയൊക്കെ പറയുമായിരുന്നു. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ യൂട്യൂബിലൊക്കെ. പിന്നെ മനസ്സിലായി ഇതുപോലൊരു അബദ്ധം. അത് പറഞ്ഞതെല്ലാം ഈ പിള്ളേരെ വളർത്തിയെന്ന് പറയാൻ വേണ്ടി ഒന്നുള്ളതിനേക്കാളും എന്നെ കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാനെന്നത് പറഞ്ഞെങ്കിലും ഇതിനൊരു കോൺസിക്വൻസ് ഞാൻ മനസ്സിലാക്കിയത്, ഞാനിപ്പോൾ പിള്ളേരെ വളർത്തിയ കാര്യമൊക്കെ പറയുമ്പം ചുറ്റുമുള്ള ഈ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും, ഇവരെത്ര നല്ല മനുഷ്യരാണ്, ഇവരൊക്കെ പിള്ളേരെയൊക്കെ എടുത്ത് വളർത്തി എന്തോ ഒരു നല്ല കമ്മിറ്റ്മെന്റ് ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കും. എന്നിട്ട് ചില ആൾക്കാർ ഇങ്ങനെയും പറയും, ഞങ്ങൾക്ക് ഒരു കൊച്ചിനെ വളർത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പിള്ളേർ വഴക്കുണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരത്തില്ലേ? നമ്മുടെ പിള്ളേർ വഴക്കുണ്ടാക്കുമ്പോൾ എത്ര പറഞ്ഞാലും കേൾക്കാതാവുമ്പോൾ, അടുക്കി വെക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിയുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരത്തില്ല? ചിലപ്പോൾ ഒരു പുട്ടിനും കൊടുക്കും അല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്തില്ല? നിങ്ങൾ മുഖം കണ്ടിട്ട് അങ്ങനെ ഒന്നും, ഇതെന്താ ഇങ്ങനെയൊക്കെ ആരാ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ എന്നെ നോക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ രക്തത്തിൽ പിറന്ന അല്ലാത്ത വേറെ പ്രകൃതമുള്ള കുഞ്ഞുങ്ങൾ ഇതേ അനുസരണക്കേട് കാണിക്കുമ്പം നിങ്ങൾ വിചാരിക്കരുത് ഈ ദത്ത് എടുക്കുന്ന സമയത്തുണ്ടാകുന്ന ഗ്ലാമറൊന്നും അവരുടെ കരച്ചിൽ കുറെ ഏറി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പതുക്കെ നമുക്ക് അസഹനീയമായ പല ഏരിയാസും ഉണ്ടാവും. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ തോക്കുന്നതും ജയിക്കുന്നതും സ്ട്രഗിൾ ചെയ്യുന്നതും ഒന്നും എനിക്ക് പ്രസംഗത്തിലൂടെ അവതരിപ്പിക്കാനൊന്നും പറ്റില്ല.
ദൈവത്തിന് മുമ്പിൽ ദൈവം അകത്തേക്ക് നോക്കുമ്പം എന്തായിരുന്നു, പെർഫെക്റ്റ് ആയോ, നന്നായോ, ഇത് എത്ര പെർസെൻറ്റേജോടെ നന്നാകണം, ഇതിനൊന്നും ഒരു ഉത്തരവില്ല. അപ്പോൾ ആൾക്കാരെന്താ ചെയ്യുന്നത്? ഈ പ്രസംഗരെ അനുകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം, ഇവരെ ബാഹ്യമായ കാര്യം മാത്രമേ അനുകരിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആന്തരികമായി എന്താ നടക്കുന്നു എന്ന് അവർ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് എന്താണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. പിന്നെ എല്ലാവരും വിചാരിക്കും, പുൾപ്പിറ്റ് നിൽക്കുന്ന ആളല്ലേ, അയാൾ നമ്മളെക്കാളൊക്കെ ഭേദമായിരിക്കും. അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. എല്ലാം ഒരേ ജഡം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്കൊരു പാറ്റേൺ, എത്ര നന്നാകണം എന്നൊരു പാറ്റേൺ കൊടുക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഉറപ്പില്ലാത്തതും. ആരെ പോലാകണം, എന്തോരും ആകണം, ഏതായാലും പഴയ നിയമം അനുസരിക്കുന്നില്ല, പുതിയ നിയമം അനുസരിക്കുന്നില്ല. അത് രാവിലെ മനസ്സിലായില്ലേ? മനസ്സിലായോ? പഴയ നിയമം ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിച്ച് എല്ലാം പോയതുപോലെ. അപ്പൊ പഴയ നിയമത്തില് എന്താ, ഏതായാലും പരിച്ഛേദനയും പിന്നെന്താ യാഗവും ശബത്തും ഒന്നും നോക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ എന്തായാലും പൊളിഞ്ഞു. പുതിയ നിയമം നോക്കി ആകെ സ്നാനമല്ല, അതൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതും പൊളിഞ്ഞു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്നൊക്കെ ചെയ്യുന്നുണ്ടെന്നും വിശുദ്ധനാണെന്നും തോന്നണമെങ്കിൽ നമ്മൾ നമ്മുടേതായ ഒരു നീതി ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ഇപ്പൊ ടീച്ചർമാർ അവരവരുടെ നീതി സ്ഥാപിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ് ഈ സ്വർഗത്തിൽ പോകാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാതെ ആയി. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ഉറപ്പ് നഷ്ടപ്പെട്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് ജനത്തിന് അറിയത്തില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നത് യേശുക്രിസ്തുവിന്റെ നീതിയാലാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പൊ ഏതാ സ്റ്റാൻഡേർഡ്? സ്റ്റാൻഡേർഡ് എന്തുവാ? കർത്താവ് പറഞ്ഞതാ സ്റ്റാൻഡേർഡ്. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? പഴയ നിയമത്തിന്റെ ചുരുക്കം എന്തായിരുന്നു? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു പഴയ നിയമം. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ. അപ്പോൾ അത് മരണം വരെയുള്ള സ്നേഹം. അതിന് തൊട്ട് താഴ്ത്തി, ഇത് യോഹന്നാൻ 15:12 ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. അടുത്ത വാക്യം, തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അപ്പൊ ഏതാ സ്റ്റാൻഡേർഡ്? സ്നേഹത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താ? സ്നേഹിതന് വേണ്ടി. അപ്പൊ ഈ സ്നേഹിതൻ ആരാ? എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളല്ല സ്നേഹിതൻ. ഈ സ്നേഹിതൻ ആരാന്ന് ചോദിച്ചപ്പോഴാണ് കർത്താവ് നല്ല ശമരിയാക്കാരൻ്റെ കഥ പറഞ്ഞത്. ആരും ആകാം, പക്ഷെ ആരെ സ്നേഹിച്ചാലും ലിമിറ്റ് എന്തോ? അവന് വേണ്ടി ഞാൻ ചാകുന്നതാണ് ലിമിറ്റ്. എങ്ങനെയുണ്ട്? അപ്പൊ ഇത്രയും വലിയ സ്നേഹത്തെക്കുറിച്ചാണ്, യേശുക്രിസ്തുവിന്റെ നീതിയെക്കുറിച്ച് നമ്മൾ എവിടെ കണ്ടാലും നമുക്കൊരു കാര്യം മനസ്സിലാവും. മരണം വരെയുള്ള സ്നേഹം, മരണം വരെയുള്ള ക്ഷമ. ഒരാളിനെ കൊല്ലുന്നവരെ, കൊന്ന് എൻ്റെ അവസാന ശ്വാസം പോകുന്നവരെ ഞാൻ ക്ഷമിക്കുക. ആ സ്വിച്ച് ഓണാ, അത് പോകുന്നില്ല. അതാ ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ ക്ഷമ. എൻ്റെ ക്ഷമയുടെ സ്വിച്ച് ഇങ്ങനെ ഓണായി കിടക്കും, അത് ഓഫാക്കാൻ പറ്റത്തില്ല. അത് അൺകണ്ടീഷണല. അവൻ എന്ത് ചെയ്യുന്നുള്ള എനിക്ക് പ്രശ്നമല്ല. ഇതാണ് സ്വർഗത്തിൽ പോകാനുള്ള നിലവാരം. ഇത് കേൾക്കുമ്പോഴേ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ദൈവത്തോട് ചോദിക്കും, കർത്താവേ എന്നെ രക്ഷിക്കണേ. അങ്ങനെ വിളിക്കുന്നവരാണ് രക്ഷപ്പെടുന്നത്. ഇതാണ് നമ്മൾ രാവിലെ കണ്ടത്. അപ്പൊ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറയുമ്പം സ്വർഗത്തിൽ പോകുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. ആ ഉറപ്പുണ്ടെങ്കിലേ നമ്മുടെ പ്രത്യാശയ്ക്കും നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കും കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം വെറുതെ ആയിപ്പോകും. വി നീഡ് ആൻ അഷുറൻസ് ദാറ്റ് വി വിൽ ഗോ ടു ഹെവൻ. ആ അഷുറൻസ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെതല്ലാത്ത ഒരു നീതി പ്രസന്റ് ചെയ്ത് കഴിയുമ്പം ഇതിന്റെ പെർസെൻറ്റേജുകളെല്ലാം നഷ്ടപ്പെടും. എന്തോരം വേണമെന്ന് മനസ്സിലാവില്ല, എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ആർക്കും ഒന്നും സ്ഥാപിക്കാൻ പറ്റാതെ പോയാണ് ഈ ഉറപ്പ് പോയത്. അപ്പം വിശ്വാസം ഉറപ്പിക്കണമെങ്കിൽ ആദ്യം സ്റ്റാൻഡേർഡ് എന്താന്ന് പറയണം. സ്റ്റാൻഡേർഡ് എന്താ? എന്ത് സ്റ്റാൻഡേർഡിൽ എത്തിയാലേ നമ്മൾ സ്വർഗത്തിൽ പോവുള്ളൂ? അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. യേശു ക്രിസ്തുവിന്റെ നിലവാരമില്ലാത്ത, അവന്റെ നീതിവസ്ത്രമില്ലാത്ത ഒരാൾ പോലും സ്വർഗത്തിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ കൊണ്ട് അത് സാധ്യവുമല്ല. അപ്പോഴാണ് രക്ഷകനെ നമ്മൾ അന്വേഷിക്കുന്നത്. കർത്താവെ, ആ ഞരക്കം എന്നോട് പറയാ, കർത്താവെ നീ എന്നെ രക്ഷിച്ചേ പറ്റുള്ളൂ. അതാണ് ശരിക്കുമുള്ള മാനസാന്തരം. എന്താണ് പ്രത്യാശ? നമ്മൾ കണ്ടു. എന്താ പ്രത്യാശ? പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരെ നാം എല്ലാവരും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അടുത്ത വാക്യം, പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പ്രത്യാശ എന്ന് പറയുന്ന ഒരു ഞരക്കമാണ്. ഇത് സാധാരണ ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി, ഇപ്പൊ 7:30 ഞാൻ ഇതേ എക്സാമ്പിളാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത്. 8:30 ആവുമ്പോൾ ഞാൻ ഈ പ്രസംഗം നിർത്തും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?
9:30 ആയിട്ടും 10 മണിയായിട്ട് ഞാനിത് നിർത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനെയാണ് ഞരക്കം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ തീരുമെന്ന് അറിയാം, ഇയാൾ എപ്പം നിർത്തും, ഇത് ഒരു വാക്യം കൂടെ എന്ന് പറഞ്ഞ് നിർത്തുന്നുമില്ല. മടുപ്പ് തോന്നുന്ന ആ ഒരു ഫീലിങ്ങിനെയാണ് ശരിക്കും ഞരക്കം എന്ന് പറയുന്നത്. ഇതെപ്പോൾ തീരും എന്ന് നമ്മൾ ഇവിടെ ഞരങ്ങുന്ന പോലെ എപ്പോൾ കർത്താവ് വരും എന്നും പറഞ്ഞ് ഉള്ളിൽ ഞരങ്ങുന്നതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ആ തിടുക്കമാണ് പ്രത്യാശ, കൊതിയാണ് പ്രത്യാശ, ആ മോഹം, ആ ഞരക്കം. അത് കാത്തലിക് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആന്തരികമായി വിലപിക്കുന്നു എന്നാ, ആ തേജസ്കരണത്തിന് വേണ്ടി. ഗ്രോണിങ് എന്നാ, ഞരങ്ങുന്നു എന്നാ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. അത്രയൊന്നും ഉണ്ടോ? വന്നാ വരട്ടെ, നോക്കാം അല്ലേ, എന്നാൽ അത്രയൊക്കെ ഉള്ളൂ. ഈ ഞരക്കത്തിലോട്ട് നമ്മൾ വരുന്നില്ല. അത് ആത്മാവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായെന്ന 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വായിച്ചു നോക്കി. അത് തന്നെയാണോ പ്രത്യാശ എന്ന് നോക്കി. 1 യോഹന്നാൻ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ. അപ്പൊ എന്താ പ്രത്യാശ? ഒരു ദിവസം ഞാൻ യേശുക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടും, അവൻ്റെ അതേ തേജസ്സിൽ ഞാൻ മാറ്റപ്പെടും എന്നുള്ള എൻ്റെ കൊതിയാണ്, ഞരക്കമാണ് പ്രത്യാശ. ആ പ്രത്യാശ ഉള്ളവർക്ക് മാത്രമേ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ ഞാനും നിർമ്മലനായിരിക്കണമെന്ന് തോന്നുള്ളൂ. അല്ലാത്തവർക്കെല്ലാം തോന്നുന്നു അവന്മാരൊക്കെ കൊള്ളാലോ, അതുപോലെയൊക്കെ ആവണമെന്നേ തോന്നുള്ളൂ. സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷെ ക്രിസ്തുവിനെ പോലെ ആകണമെന്നുള്ള ഞരക്കം ഉള്ളിലുള്ളവർക്കേ എന്ത് തോന്നുള്ളൂ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ ഞാനും നിർമ്മലനാകണം എന്ന് തോന്നുള്ളൂ. അപ്പൊ നമ്മുടെ ലക്ഷ്യം യേശുക്രിസ്തു ആണെങ്കിൽ മാത്രമേ, അവന്റെ തേജസ്സിന് വേണ്ടി നമ്മൾ മോഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ എന്ന് എൻ്റെ ഉള്ളിൽ വരുള്ളൂ. കാരണം നമ്മുടെ എല്ലാത്തിൻ്റെ നിലവാരം എന്തായിരിക്കും? ക്രിസ്തുവിൻ്റെ നിലവാരം. അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ ഞാൻ ഇപ്പം ഞരക്കം തോന്നേണ്ടത്? കർത്താവെ, നീ പ്രസംഗിക്കുന്ന എങ്ങനെയാണോ അതുപോലെ. അത്രയൊന്നും എത്തുന്നില്ല, അതിൻ്റെ ഒരു പകുതി പോലും 100 പോലും എത്തുന്നില്ലായിരിക്കാം. പക്ഷെ എൻ്റെ ഉള്ളിലെ ഞരക്കം എന്തായിരിക്കണം? യേശുവിനെ പോലെ. കാരണം ഒരു ദിവസം നമ്മൾ ആരെ പോലെ ആകും, യേശുവിനെ പോലെ. പിള്ളേരോട് സംസാരിക്കുമ്പം എൻ്റെ ഉള്ളിലെ ഞരക്കം യേശുവിനെ പോലെ. ശത്രുവിനോട് സംസാരിക്കുമ്പോൾ, എന്നെ ഉപദ്രവിക്കുന്നവരോട് സംസാരിക്കുമ്പോൾ, എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നവരോട് സംസാരിക്കുമ്പം എൻ്റെ ഉള്ളിലെ ഞരക്കം യേശുവിനെ പോലെ. നമുക്ക് ഈ ജലദോഷവും അസ്വസ്ഥതയും ടെമ്പറേച്ചറൊക്കെ ഉള്ള ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം പറയാം, ഭയങ്കര ജലദോഷവും പനി, അപ്പം ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര ഇറിറ്റേഷൻ വരുന്നതുകൊണ്ടെല്ലാം ഇറിറ്റേഷൻ തോന്നുക. ഒരു നിമിഷം ആലോചിച്ചു, കർത്താവെ, ക്രൂശിൽ അത്രയും വേദന ഒരു ഇറിറ്റേഷനും ഇല്ലായിരുന്നല്ലോ. അതൊന്ന് പഠിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനത്തെ സാഹചര്യത്തോടെ ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ ലക്ഷ്യം ആരാ? ആ ഞരക്കം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഓരോ സമയത്തും ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് എൻ്റെ ഉള്ളിലേക്ക് ആത്മാവ് തരുന്നത്. അതൊരു ജഡത്തിന് ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റില്ല യേശുവിനെ പോലെ ആകണമെന്ന്. ജഡം എന്താ ആഗ്രഹിക്കുന്നറിയോ? യേശുവേ, നീ എന്തായാലും ക്രൂശിൽ മരിച്ചില്ലേ, അതുകൊണ്ടുള്ള മാനമൊക്കെ ഇങ്ങ് തന്നേരെ, അതുകൊണ്ട് എന്തെങ്കിലും ലാഭം ഈ ലോകത്ത് കിട്ടുമെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. നിങ്ങൾ കേട്ടില്ലേ, കണ്ടാലോ ആളറിയില്ല എന്നുള്ളൊരു പാട്ടിൻ്റെ അവസാനം ഇടയ്ക്കുണ്ട്, എന്നെ മാന്യനാക്കാനാണ് ഇതെല്ലാം. അപ്പൊ അവന് വേണ്ടത് എന്തുവാ? മാന്യത. ഈ മാന്യത കിട്ടാൻ വേണ്ടി യേശുക്രിസ്തു, അതാണ് ജഡം. ജഡം എപ്പോഴും ചിന്തിക്കുന്നത് എന്താ? എന്ത് ലാഭം എനിക്ക് കിട്ടുമെന്നാ. എന്നാൽ ആത്മാവ് ചിന്തിക്കുന്നത് ക്രിസ്തുവിനെ പോലെ എപ്പോൾ ഞാൻ രൂപാന്തരപ്പെടുന്നു. ഈ 2 ചിന്തകളിൽ ഏത് ചിന്തകളാണ് നിങ്ങളെ നടത്തുന്നത്? ഞരക്കം ആരിലുണ്ടാകുന്നുണ്ടോ അതാണ് പ്രത്യാശ. ആ പ്രത്യാശയാൽ പിടിക്കപ്പെടുന്നവരാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. അതല്ലാത്തവര് ചിന്തിക്കുന്നത്, ജഡത്തിൽ ചിന്തിക്കുന്നത്, കർത്താവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് ഈ ലോകത്ത് എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നത് ജഡമാണ്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത നിത്യജീവനമാണ്. ഇന്ന് ജഡീകമായൊരു തലത്തിലേക്കാണ് ഇതെല്ലാം വ്യാഖ്യാനിക്കപ്പെടുകയും ജീവിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് വിശ്വാസത്തിന്റെ ശക്തി വല്ലാതെ ചോർന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെതാണ് സ്റ്റാൻഡേർഡ്, അതിനോടാണ് നമ്മുടെ കൊതി, ഞരക്കം. ഇതൊക്കെ ഞാൻ പറയുന്നോണ്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പറയുന്നതുകൊണ്ട് എത്ര നേരം ഉണ്ടാവുന്നില്ല, ഒരു 15 മിനിറ്റ് ഉണ്ടാവും. പ്രസംഗം തീർന്ന് ഒരു അരമണിക്കൂർ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഞരക്കവും കാണില്ല. കാരണം നാളെ എഴുന്നേൽക്കുമ്പോഴും നാളെ ആഹാരം ഉണ്ടാക്കണം, നാളത്തെ പണിയുണ്ട്, പൈസ വേണം, പിള്ളേരുടെ കാര്യം, ഉപജീവന ചിന്തകൾ അങ്ങ് വന്ന് കഴിയുമ്പോഴേക്കും ആ കാക്കകളെല്ലാം കൂടെ വന്ന് എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ഈ വിത്തുകളെല്ലാം പറക്കിയെടുത്തോണ്ട്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് 5-6 പേരിൽ 10-12 പേരിൽ ഈ പ്രത്യാശയായിട്ട് ഇത് കത്തിയാൽ നാളെ സ്റ്റേജുകളിൽ നിങ്ങൾ കാണുന്ന ആരെങ്കിലും, ഇവിടെ മുമ്പിൽ ഇരിക്കുന്ന ആരെങ്കിലും നാളെ ഒരു സ്റ്റേജിലോ ഒരു 5 മിനിറ്റ് പ്രബോധനം പറയാൻ എഴുന്നേൽക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകണം,
നമ്മുടെ ധനം അവിടെയാണ്, നമ്മുടെ നിക്ഷേപം അവിടെയാണ് എന്ന് പറയാൻ ആളുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഓരോ സ്റ്റേജിലും വരുന്നതും പോകുന്നതും. അങ്ങനെ ആൾക്കാർ ഒത്തിരി ഉണ്ടായാലേ, ഇത് ആവർത്തിച്ച് പല ആളുകളിലൂടെ കേട്ടെങ്കിലേ ഇനി ഉറപ്പിക്കപ്പെടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിന് ഏത് സമയത്തും പറ്റും. പക്ഷെ ഇന്നത്തെ ആ ഒരു ഡെഡ്നെസ്, ആ മരണാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അനേകം ശുശ്രൂഷകർ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. അത് ദൈവം അനുവദിക്കും അന്ത്യകാലത്ത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ തേജസ്സിന് വേണ്ടി, ഈ തേജസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത്, തേജസ് എന്നുള്ള വാക്കിന് നമുക്ക് വേണമെങ്കിൽ മഹത്വം എന്നും പറയാം, അല്ലെ? മഹത്വം എന്നും പറയാം. ഈ മഹത്വം ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾക്കുണ്ട്. പക്ഷെ നമ്മുടെ കാത്തിരിപ്പുകളല്ല ഈ ലോകത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണോ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണോ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ വിശ്വാസി യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ രക്ഷാകരമായ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ച് അവന്റെ പ്രത്യാശ ഉയരത്തിലുള്ളതായിരിക്കും, അവന്റെ ചിന്തകൾ ഉയരത്തിലുള്ളതായിരിക്കണം. അതാണ് അവന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ഞാൻ എന്തിനു വേണ്ടി പ്രത്യാശിക്കുന്നോ അതെനിക്ക് ലഭിക്കും എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ പിന്നെ ഉറപ്പിന് വേണ്ടി എങ്ങും പോകണ്ട, കാരണം അത് ദാനമായിട്ട് ലഭിച്ചിരിക്കും. നിങ്ങൾക്ക് കർത്താവിനെ പോലെ ആകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതൊരു ഞരക്കമായി മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പ് അതിൻ്റെ കൂടെ വരും. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ ഫെയ്ത്താണ് നമ്മളെ രക്ഷിക്കുന്ന ഫെയ്ത്ത്. വയറുവേദന മാറുന്നുള്ള വിശ്വാസം വയറുവേദന മാറ്റും, പക്ഷെ സ്വർഗത്തിൽ പോകും, കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും എന്നുള്ള ഫെയ്ത്താണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട് പോകുന്നു? ചുമ്മാ കൈവക്കരുത്. ആയിട്ടില്ല. ഉറപ്പുള്ളവര് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആ ഉറപ്പ് ദൈവം തരണം. ഞാൻ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ നിന്ന് ഉറപ്പ് വരത്തില്ല, തെറ്റായ ഉറപ്പാവും, മറന്നും പോകും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വചനത്തിലൂടെ ആ ഉറപ്പ് നൽകണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് വിശ്വാസത്തിലെ കാണാത്ത കാര്യങ്ങൾ? ഈ ഹോള് നിങ്ങൾ നോക്കിക്കേ. ഈ ഹോളിൽ ഇല്ലാത്ത ഒരു കാര്യം പറയാമോ? ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു. AC ഇല്ല, ഇല്ലേ? അതോ കാണാത്തതാണോ ഇല്ലാത്തതാണോ? ശരിക്കും നോക്കി. എവിടെയെങ്കിലും കർട്ടന്റെ പുറകിലൂടെ മറച്ചു വെച്ചിട്ടുണ്ടോ നോക്കി. ഉറപ്പല്ലേ? ഇല്ലാത്തതാണോ കാണാത്തതാണോ? ഇല്ലാത്ത. എന്നാൽ ഈ ഹോളിൽ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, തൊലി, സ്കിൻ, ഇത്രയും ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതും എന്നാൽ ഇവിടെ ഉള്ളതുമായൊരു കാര്യം പറയാം. കറണ്ട് നമുക്ക് കാണാമല്ലോ. അതേ കറണ്ട്, അതിന്റെ എഫക്റ്റ് കാണാം ഡയറക്ട്ലി. ഏതാ? വായു ശ്വസിച്ച പോരെ. ഏതാ? നിങ്ങളെ 2 or 3 പേർ എവിടെ കൂടിയാലും, അപ്പൊ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടോ? യെസ് ഓർ നോ? കാണാത്തതാണോ ഇല്ലാത്തതാണോ? ഇല്ലാത്തതാണോ? ഉണ്ട്, കാണുന്നില്ല, അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അപ്പൊ വിശ്വാസം എന്നത് ഇല്ലാത്ത AC കൊണ്ടിരുന്നതാണോ കാണാത്ത കർത്താവിനെ കാണുന്നതാണോ? അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സാധനം ഉണ്ടാകുന്നതല്ല. പിന്നെ ഉണ്ടായിട്ടും നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണുന്നതാണ് വിശ്വാസം. ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ചപ്പോൾ കറങ്ങിയതാണോ അതോ കറങ്ങിയപ്പം നിങ്ങൾ വിശ്വസിച്ചതാണോ? വിശ്വസിച്ച് കറക്കി വിട്ടതാണോ? പിന്നെ കറങ്ങുന്നുള്ളതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചതല്ലേ? അപ്പൊ വിശ്വസിച്ച് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്താണോ കാണാൻ പറ്റാതിരുന്നത്, എന്താണോ അനുഭവിക്കാൻ പറ്റാതിരുന്നത്, അത് മനസ്സിലാക്കുന്നതേ ഉള്ളൂ അല്ലേ വിശ്വാസത്താൽ? ആണോ അല്ലയോ? അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുന്നതല്ല, പിന്നെയോ കാണാത്ത കാര്യങ്ങളെ കാണുന്നതാണ്. കാണാത്ത കാര്യങ്ങൾ എങ്ങനെയാ കാണുന്നത്? അപ്പൊ രക്ഷാകരമായ വിശ്വാസവും ലോകത്തിൽ എല്ലായിടത്തുമുള്ള വിശ്വാസം തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ലോകത്തിൽ എല്ലായിടത്തുമുള്ള വിശ്വാസം ശ്രമിക്കുന്നത് ഇല്ലാത്തൊന്നും ഉണ്ടാക്കാനാണ്. വീടില്ല, വരും, ഉണ്ടാകും. ജോലിയില്ല, ഉണ്ടാകും. രോഗമാണ്, മാറും. എല്ലാം നല്ല വിശ്വാസമാണ്, പക്ഷെ അതൊരു കോമൺ ഫെയ്ത്ത് ആണ്. രക്ഷാകരമായ വിശ്വാസമല്ല. രക്ഷാകരമായ വിശ്വാസം ഇല്ലാത്തൊരു കാര്യം ഉണ്ടാകും എന്നുള്ളതല്ല, കാണാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതിന്റെ തെളിവുകളാണ്. എവിഡൻസസ് ഓഫ് തിങ്സ് നോട്ട് സീൻ.
കാണാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് എന്ത്? വിശ്വാസം. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? മോഹിക്കുന്നതിൻ്റെ എല്ലാ ഉറപ്പും, ഇല്ലാത്ത കാര്യങ്ങളുടെ എല്ലാം നിശ്ചയവും എന്നല്ല, പ്രത്യാശിക്കുന്നതിൻ്റെ എല്ലാ ഉറപ്പും, കാണാത്ത കാര്യങ്ങളുടെ, കണ്ടോ മറിഞ്ഞു പോയത് എങ്ങനെയെന്ന് മനസ്സിലായോ? നിങ്ങളോട് എന്തായി പ്രവാചകന്മാർ വിശ്വസിക്കുന്നു പറയുന്നത്? വരും, വിശ്വസിക്കുക. അതിനെതിരെയുള്ള അന്ധകാര ശക്തി. എവിടെ അന്ധകാര ശക്തി ഇരിക്കുന്നത്? ദേശാധിപ ശക്തി എവിടെ ഇരിക്കുന്നത്? കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ തടയുന്ന ശക്തികൾ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ സഹോദരങ്ങളെ? ഈ പുതിയ നിയമത്തിൽ നമ്മൾ ഈ പെന്തക്കോസ്തുകാർക്ക് പറ്റിയിരിക്കുന്ന വേറൊരു വലിയ പറ്റാണ് സാത്താൻ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് അറിയാൻ വയ്യ എന്നുള്ളത്. അത് വലിയൊരു പ്രശ്നം. സാത്താൻ എന്തോ ഒരു ശക്തി ഉണ്ട്. നല്ല ശക്തി ഉണ്ടോ? ബൈബിളിലൊരു ആജ്ഞയാണ്, ബലവും ശക്തിയും ബഹുമാനവും മഹത്വവും സ്വീകരിപ്പാൻ ആര് യോഗ്യൻ? കർത്താവ് യോഗ്യൻ. അപ്പൊ ശക്തി ആർക്കുണ്ടെന്നേ നമ്മൾ പറയാവുള്ളൂ. അപ്പൊ ശക്തി ദൈവത്തിന്, രാജ്യവും ശക്തിയും മഹത്വവും നിന്റേതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്ക് ശക്തി ഉണ്ടെന്നാ പറയുന്നത്? ദൈവത്തിന്. അതിനിടയ്ക്കോടെ ഒരുത്തൻ പിശാചിന് നല്ല ശക്തിയാ ബ്രദറെ എന്ന് പറയുമ്പോഴോ ഒരു ആരാധന കൊടുക്കുന്ന പോലെ അത്. അവന് നിങ്ങൾ ശക്തി കൊടുക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. നമ്മളെ ചുറ്റിക്കുന്ന തന്ത്രങ്ങളാണ് അവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ. അവനെതിരെ എതിർത്ത് നിന്നാൽ അവന് നമ്മളെ തോൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. അവന് ശക്തിയൊന്നും അല്ല ഉള്ളത്, അവൻ തന്ത്രശാലിയാണ്. ഇന്നിപ്പോൾ സാത്താൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയാണ് ദൈവത്തിലുള്ള വിശ്വാസത്തെക്കാൾ കൂടുതൽ. ദൈവത്തിനാണോ സാത്താനാണോ ശക്തി? ഉറപ്പാണോ? അപ്പൊ നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം ഇത്രയും നേരം കർത്താവ് തരാൻ തീരുമാനിച്ചിട്ടും തടഞ്ഞു വെക്കുന്നത് എങ്ങനെയാവും ഇവര്? അത് നമ്മൾ ഉപവാസം എടുത്തിട്ടും പോകുന്നില്ല, കർത്താവ് നമ്മളെ രക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടും പോകുന്നില്ല. നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നടക്കുന്നില്ല. ദൈവം അനുവദിക്കുന്നുണ്ട്, പക്ഷേ ഈ സാത്താൻ ഇടയ്ക്ക് നിന്ന് കളിക്കുക. അപ്പൊ ഞാനും ഉപവാസം എടുക്കുന്നുണ്ട് കർത്താവിനെ സഹായിക്കാൻ വേണ്ടി, എന്നിട്ടും കർത്താവ് അങ്ങോട്ട് ജയിക്കുന്നില്ല. അതെന്താ? ചിന്തിച്ചിട്ടുണ്ടോ ഇത്? എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇതൊക്കെ പഴയ നിയമ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച ശേഷം ഒരൊറ്റ പിശാച് പോലും ഇതിനിടയ്ക്ക് നിന്ന് കളിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അവൻ്റെ കൃപാസനത്തിൽ ഏത് സമയത്തും കടന്നു ചെല്ലാൻ മക്കൾക്ക് അവകാശമുണ്ട്. അതിനിടയിൽ ഒരുത്തനും ഇല്ല. എല്ലാവരും ഇങ്ങനെ സ്തബ്ധനായിട്ട്. അപ്പൊ എന്താ അനുഗ്രഹം വരാത്തത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹം ഈ ദേശത്തുള്ളതല്ല. നിങ്ങൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അത് വിശ്വസിക്കുക. You have abundance of everlasting blessings that no thief can take away. ഒരു കള്ളനെടുക്കാൻ പറ്റാത്ത നിത്യമായ അവകാശങ്ങളാൽ നമ്മളെ അവൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് മതിയാകാത്തത് കൊണ്ടാണ്, അതിൽ ആശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അതിൽ ആനന്ദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒന്നുമില്ലാന്ന് നമുക്ക് തോന്നുന്നത്. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. അപ്പൊ ഇന്ന് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫെയ്ത്ത് നമ്മളെ രക്ഷിക്കുന്നില്ല. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പം രക്ഷാകരമായ ഫെയ്ത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് അത് ആശിക്കുന്നതിൻ്റെ, പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. മറ്റൊന്ന് അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എന്താണ് കാണാത്ത കാര്യങ്ങൾ? എന്താ കാണാത്ത കാര്യങ്ങൾ? നമ്മുടെ നിത്യതയെ സംബന്ധിക്കുന്ന കാണാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കാണാത്തതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം, കാണുന്ന കാര്യങ്ങളുടെ അല്ല. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ. കാണാത്തതിനെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അടുത്ത വാക്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ കാണാത്ത കാര്യങ്ങൾ എന്ത് കാര്യങ്ങളാ? കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളാ? നിത്യമായ കാര്യങ്ങൾ. അപ്പൊ വിശ്വാസത്തിൽ നമുക്ക് എന്തിന്റെ തെളിവുകളാ വേണ്ടത്? എവിഡൻസസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. കാണാത്ത കാര്യങ്ങളുടെ തെളിവുകൾ, അതായത് നിത്യമായ കാര്യങ്ങളുടെ തെളിവുകൾ. അതുണ്ടെങ്കിലേ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? തെളിവുകൾ വേണം നമുക്ക്. ആ തെളിവുകളാണ് നമ്മുടെ വിശ്വാസം. എന്തിന്റെ തെളിവുകൾ വേണം? നിത്യതയിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തെളിവുകൾ വേണം. ഓക്കെ,
എന്താണ് ഈ കാണാത്ത നിത്യമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ടൈം ആൻഡ് എറ്റേണിറ്റി, നിത്യതയും സമയവും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ടൈം ഇല്ലാത്ത അവസ്ഥയാണ് ശരിക്കും നിത്യത എന്ന് പറയുന്നത്, എറ്റേണിറ്റി, നിത്യത. ഇപ്പം നമുക്കറിയാം, ഇന്ന് വൈകിട്ട് വീട്ടിൽ പോകണം എന്നാലോചിച്ച് ഒരു ടൈം ഓർമ്മ വന്നില്ലേ? വീട്ടിൽ ചെല്ലുന്ന സമയം ഓർമ്മ വന്നു. ആഹാരം കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉച്ചക്കത്തെ ലഞ്ച് ഓർമ്മ വന്നില്ലേ? വന്നു. എന്തിനെക്കുറിച്ച് ആലോചിച്ചാലും നമ്മൾ ടൈം വെച്ചാൽ ആലോചിക്കുന്നത് അല്ലേ? ടൈം ഇല്ലാത്തൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ടൈം ഇല്ലാത്തൊരു കാര്യം ഒന്നും ആലോചിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റില്ല. അത് ടൈം ഇല്ലായ്മ, സമയമില്ല. സമയം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ബുദ്ധിക്കകത്ത് എത്തുകയല്ലത്. ഇറ്റേണിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടൈമാണ്, നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റത്തില്ല. ദർ ഇസ് നോ ടൈം. അപ്പൊ ടൈം ഇല്ലാത്ത അവസ്ഥയിൽ സമയം ഉണ്ടാകുന്നതിന് മുൻപ്, ബിഫോർ ദ ബിഗിനിങ് ഓഫ് ടൈം, എന്താണ് സംഭവിച്ചത്? സമയം ഉണ്ടാകുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? സമയം ഉണ്ടാകുന്നതിന് മുമ്പ്, ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു? എന്താ ഉള്ളത്? അതാണ് നിത്യം. ഓക്കെ, നിത്യം എന്ന് പറഞ്ഞാൽ എന്താ? ടൈമിനാൽ ബാധിക്കപ്പെടാത്തത്, സമയത്താൽ ബാധിക്കപ്പെടാത്തത്, സമയം പോയാലും പോകാത്തത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യരക്ഷയാണ്. സമയത്തെ ആസ്പദമാക്കിയുള്ളതല്ല, അത് ഇറ്റേണലാണ്. 2 തിമോത്തിയോസ് 1:9 വായിച്ചേ. 2 തിമോത്തി ചാപ്റ്റർ 1:9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്ത് നാം ചെയ്ത പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരുന്നതും. അപ്പൊ കാണാത്ത കാര്യം എന്താണ്? സമയത്തിന് മുമ്പുള്ള നിത്യമായ കാര്യം എന്താണ്? ടൈം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്, ഈ വിളി. ഇത്തിരി വിശ്വസിക്കാൻ പാടാണ്, ഉൾക്കൊള്ളാനും പാടാണ്. പക്ഷെ ടൈം ഉണ്ടാകുന്നതിന് മുമ്പ് പിതാവ് പുത്രനിൽ നമ്മളെ കണ്ടു, തെരഞ്ഞെടുത്തു. എലക്റ്റഡ് അസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. ഹി എലക്റ്റഡ് അസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ, അവനിൽ നമുക്ക് നൽകിയിരുന്നു. എഫേസ്യർ 1:4 എന്താ പറയുന്നത് നോക്കിയേ. എഫേസ്യർ 1:4, അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ, ഇൻ ക്രൈസ്റ്റ്, അഗെയിൻ ഇൻ ക്രൈസ്റ്റ്, അവനിൽ തെരഞ്ഞെടുത്തു. എപ്പോഴാണ് തെരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പേ. അന്നേരം നമ്മൾ എവിടെയായിരുന്നു? നമ്മളിങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്കുമായിരുന്നു? നമ്മളിൽ ഉണ്ടായില്ല. നമ്മൾ ഈ അടുത്തിടെ ഉണ്ടായത്. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ അവൻ ക്രിസ്തുവിൽ കണ്ടു. എലക്റ്റഡ് അസ് ഇൻ ക്രൈസ്റ്റ്, അവന്റെ തെരഞ്ഞെടുപ്പ്, ഇലക്ഷൻ. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ കണ്ടുവെങ്കിൽ, ഈ ക്രിസ്തുവിൽ കണ്ടു. ഇത് കണ്ടോ, ഈ ബൈബിളിനകത്ത് ഒരു 50 രൂപ നോട്ട് ഉണ്ടായിരുന്നു. കണ്ടോ, ഇത് ഈ ബൈബിളിനകത്ത് നിർത്തുക. ഇത് എവിടെയോ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി വെച്ചതാ. അതിനുശേഷം ഇത് എടുത്തിട്ടില്ല. അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ 50 റുപ്പീസ് എവിടെയുണ്ട്? ബൈബിളിൽ, ഇൻ ദ ബൈബിൾ അല്ലെ? ഇൻ ദ ബൈബിൾ, ബൈബിളിൽ. അതുപോലെ നമ്മൾ എവിടെ ഉണ്ടായിരുന്നു? ക്രിസ്തുവിൽ. അപ്പൊ ഈ ബൈബിൾ എവിടെ പോയാലും ഇതിന്റെ കൂടെ എന്തും പൊയ്ക്കോളും. ഈ 50 രൂപയും പൊയ്ക്കോളൂ അല്ലേ? ഇത് എതിരെല്ലാം പോയിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ബൈബിൾ എവിടെയെല്ലാം പോയോ അവിടെ എല്ലാം ഈ 50 രൂപയും പോയിട്ടുണ്ട്. സമ്മതിച്ചോ? അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ ടൈം ഉണ്ടാകുന്നതിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവ് എവിടെ പോയാലും ആ കൂടെ ആരും ഉണ്ട്, നമ്മളും ഉണ്ടോ? ശരിക്കും ഉണ്ടോ? അപ്പൊ കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുമ്പോ നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ എവിടെയായിരുന്നു? കർത്താവിൽ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ കാൽവരി ക്രൂശിൽ നമ്മൾ, കർത്താവ് മരിക്കുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ മരിച്ചോ കാൽവരി ക്രൂശിൽ? അതോ ക്രിസ്തു ആണോ മരിച്ചത്? ക്രിസ്തു മാത്രമാണോ മരിച്ചോ? നമ്മളും മരിച്ചോ? ഇതാണ് പ്രശ്നം. റോമാലേഖനം 6:6 എന്ന് വായിച്ചു നോക്കിയേ. റോമാലേഖനം 6:6. റോമാലേഖനം 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിനെ, കണ്ടോ രാവിലെ നമ്മൾ കണ്ട എന്താ പ്രശ്നം? എവിടെ കിടക്കുന്നത്? അടിമത്തം എവിടെ നിന്നാണ് വരുന്നത്? പാപശരീരത്തിൽ നിന്നാണ്. ബോഡി ഓഫ് സിൻ, പാപശരീരം.
അപ്പൊ നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കണം. എന്ത് ചെയ്യണം? പാപശരീരം നീക്കപ്പെടണം. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം. അപ്പൊ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ അവനോടുകൂടെ ആര് ക്രൂശിക്കപ്പെട്ടു? നമ്മുടെ ഓൾഡ് നേച്ചർ, പഴയ മനുഷ്യൻ, പഴയ പ്രകൃതം, പഴയ പാപശരീരം, ദ ബോഡി ഓഫ് സിൻ, അവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു. ഉറപ്പാണോ? അടുത്ത വാക്യം നോക്കിയേ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ പാപശരീരത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ എന്തേ വഴിയുള്ളൂ? അവന്റെ കൂടെ വേറൊരു വഴിയില്ലായിരുന്നു. നന്നാക്കാൻ പറ്റില്ല. പഴയ തുണിയോട് കൂടി പുതിയത് തുന്നാൻ പറ്റത്തില്ല. പഴയ തുരുത്തിയിൽ പുതിയ വിഞ്ഞ് പകർത്താൻ പറ്റത്തില്ല. പഴയതിനോടുകൂടി പുതിയത് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. പഴയത് പോയാൽ മാത്രമേ പുതിയതിന് പറ്റുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കണമായിരുന്നു? നമ്മൾ വീണ്ടും ജനിക്കണമെങ്കിൽ പഴയത് തീർന്നു പോകണമായിരുന്നു. പഴയത് എങ്ങനെയാ തീർന്നത്? നമ്മൾ കളഞ്ഞതല്ല, നമുക്കത് കളയാൻ പറ്റില്ലായിരുന്നു. കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മളെയും ഉൾക്കൊള്ളിച്ച് പാപശരീരം അവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അറിയുന്നുണ്ടോ? ക്രൂശിക്കപ്പെട്ടോ? എൻ്റെ ദൈവമേ, അറിയുന്നുണ്ടോ? ആവും. ആരും ഒന്നും പറയുന്നില്ല. അറിയുന്നുണ്ടായിരിക്കണേ. ഓക്കെ, 2 കൊരിന്ത്യർ ലേഖനം 5:14 വായിച്ചേ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അപ്പൊ ഒരാൾ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും മരിച്ചു. അപ്പൊ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പം കാണുന്ന കാര്യം എന്താണെന്നറിയോ? നടുക്കത്തെ ക്രൂശിൽ ക്രിസ്തു, അപ്പുറത്തെ ക്രൂശിൽ ഒരു കള്ളൻ, ഇപ്പുറത്തെ ക്രൂശിൽ ഒരു കള്ളൻ. നല്ല കള്ളൻ ഏത് സൈഡിലായിരുന്നു? അറിയത്തില്ല. ഒരു ക്രൂശ്, 2 ക്രൂശിൽ ഓരോ കള്ളന്മാരും മരിച്ചു. കള്ളന്മാരെല്ലാം കൂടെ എവിടെ ഉണ്ടായിരുന്നല്ലോ? യേശുക്രിസ്തുവിന്റെ ക്രൂശിലായിരുന്നു. കാണാത്തൊരു കാഴ്ച. കർത്താവ് മരിച്ച ക്രൂശിൽ എന്നെ പോലെ ലക്ഷക്കണക്കിന് കള്ളന്മാരാണ് മരിച്ചത്. അന്ന് മരിച്ച ലക്ഷക്കണക്കിന് കള്ളന്മാരിൽ ഞാനും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആരും കണ്ടില്ല. കണ്ടത് 3 പേര് മരിക്കുന്ന. എന്നാൽ കർത്താവിന്റെ നടുവിലത്തെ ക്രൂശിൽ ഞാനും ഉണ്ടായിരുന്നു. ഐ വാസ് ഇൻ ക്രൈസ്റ്റ്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇത് ബോധ്യമാകുന്നതാണ് വിശ്വാസത്തിന്റെ 1ാമത്തെ ഭാഗം. ഐ ആം ഡെഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കൂടെ ഞാൻ ആ മരണത്തിൽ ചേർന്നു. ഇറ്റ്സ് നോ ലോങ്ങർ ഐ. ഇനി ഞാൻ ഇല്ല. ഐ ഡൈഡ്. ആ ഓൾഡ് ഫ്ലഷ് ഇനി നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തരുത്. അത് തീർന്നു. ദാറ്റ്സ് ഓവർ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ബൈബിൾ അങ്ങനെ പറയുന്നത്. മരിച്ചു. നമുക്കത് വിശ്വാസമാവുന്നില്ല. പക്ഷെ വേദപുസ്തകം പറയുന്ന സത്യം നമുക്ക് തോന്നുന്നതല്ല സത്യം. But the Bible says is the true thing. പക്ഷെ നമുക്ക് തോന്നുന്നത് അല്ല സത്യം. ഭൂമി സൂര്യന് ചുറ്റും പോകുന്ന നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ പൊയ്ക്കോളും. അത് പൊയ്ക്കോളും. നമുക്ക് തോന്നിയാലും ഇല്ലെങ്കിലും അത് പൊയ്ക്കോളും. അതുപോലെ നമ്മുടെ ഫീലിങ്സിലല്ല സത്യം ഇരിക്കുന്ന, വചനത്തിലാണ് സത്യം ഇരിക്കുന്നത്. നമ്മൾ മരിച്ചോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് പട്ടാളക്കാർക്ക് എങ്ങനെ മനസ്സിലായത്? എങ്ങനെ മനസ്സിലായത്? അവർ കുന്തം വെച്ച് കുത്തി നോക്കി. ആ കൂടെ നമ്മളും ഉണ്ടായിരുന്നല്ലോ. നമ്മളും ആ കൂടെ മരിച്ചോ എന്ന് എങ്ങനെ മനസ്സിലാവും? ഇനി എങ്ങനെ മനസ്സിലാവും? ആരെങ്കിലും വന്ന് കുത്തി നോക്കണം. കുത്തി നോക്കുമ്പം ആരുടെ എന്നെ കുത്തുന്നത് എന്ന് തോന്നിയാൽ മരിച്ചിട്ടില്ല. നമ്മൾ എതിർത്ത് നിൽക്കുന്നവരോട് ദേഷ്യം തോന്നിയാൽ നമ്മൾ മരിച്ചിട്ടില്ല. എന്നെ അവരൊട്ടും ബഹുമാനിക്കുന്നില്ല ബ്രദറെ, നമ്മൾ മരിച്ചിട്ടില്ല. മരിച്ചവനെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ. എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു വിലയില്ല, ചത്തുപോയി, അതുകൊണ്ട് വിലയില്ലാത്ത. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. യു ആർ നോട്ട് ദെയർ, യു ഡൈഡ്. എന്തോ ഭയങ്കര ഡെലിവറൻസ് ആണെന്നറിയോ? അതങ്ങ് ചത്തുപോയ ആശ്വാസമായി. പിന്നെ നമുക്കൊന്നും തോന്നരുത്. അതാണ്, ചത്തുപോയി. അവർ ബഹുമാനിച്ചില്ല, സ്റ്റേജിൽ ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയില്ല, പിന്നെന്താ നമ്മുടെ പ്രശ്നങ്ങൾ? കസേര നല്ലതല്ലായിരുന്നു, ആഹാരം ശരിയായില്ല, ചത്തുപോയതിന് ഇതൊന്നും പ്രശ്നമില്ല. നമുക്കിതെല്ലാം പ്രശ്നമാണ്. ആൾക്കാരെങ്ങനെ പെരുമാറുന്നു നമുക്ക് പ്രശ്നമാണ്. ചത്തുപോയതിന് പ്രശ്നമല്ല. ഇന്നേ വരെ ഏതെങ്കിലും ഒരു ശവം എഴുന്നേറ്റ് നിന്നിട്ട് ഇത്ര ശവടക്കൊന്നും എനിക്ക് പോരാ, ഞാൻ ഇതിലൊക്കെ ഇങ്ങനത്തെ ആളെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ജീവിച്ചിരിക്കുന്നവർക്ക് ആ പ്രോബ്ലം. ചത്തുപോയതിന് ഒരു പ്രോബ്ലം ഇല്ല.
അവനെ തൊഴിച്ചാലും അവന്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്ത് ആർത്ത് മുറിച്ച് കീറിയാലും നോ കംപ്ലൈന്റ്, ചത്തു. എത്ര പേര് മരിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ കൂടെ? ഇപ്പൊ ധൈര്യം അങ്ങ് പോയി അല്ലേ? ഈ പഴയ ഫ്ലഷ് നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാവൂല, അത് ചത്ത് തന്നെ തീരുള്ളൂ. അത് കർത്താവിന്റെ ക്രൂശിലല്ലാതെ വേറെ ഒരിടത്തും ആ പരിപാടി നടക്കൂല. അതുകൊണ്ട് വിശ്വാസത്താലല്ലാതെ ആർക്കും ഇതിനകത്ത് രക്ഷപ്പെടാനും പറ്റില്ല. അത് വചനം അങ്ങനെ പറയുന്നത്. അവന്റെ കൂടെ നമ്മൾ മരിച്ചു, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ആരുടെ പിശാച് നമ്മളെ കൊല്ലാൻ വരുവാണെങ്കിൽ നമ്മൾ പറയും, പിശാച് പറയും ആ വഴി പോയാൽ നിന്നെ തട്ടിക്കളയും. ഞാൻ പറയും ഓൾറെഡി മരിച്ചു, മരിച്ചു എന്നുള്ള രസീതേ. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഇപ്പൊ നിങ്ങൾ 10 പേർക്ക് ഒരു 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 കൊള്ളപ്പലിശക്കാരന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ വെച്ച് പലിശയുടെ പലിശയും ചേർത്ത് എല്ലാവരും 2-3 ലക്ഷം രൂപയായിരുന്നു വിചാരിച്ചു. നിങ്ങളുടെ കാര്യം ജീവിതം അവതാളത്തിലായിരിക്കുമെന്ന് വെച്ചോ, 10 പേർക്ക്. അപ്പൊ ഒരു മനുഷ്യൻ വന്ന് 10 പേരുടെ ആ കടം അങ്ങ് വീട്ടി. പിന്നെ ഇയാൾ കടം വീട്ടാൻ പോണോ? കടം വീട്ടിയതാരാ? ഒരു മനുഷ്യൻ. ഇതിന്റെ വീട്ടിൽ നിന്നുള്ള രസീത് ആർക്കൊക്കെ ഉണ്ട്? ആരുടെ പേരില? നമ്മുടെ പേരില. സ്കൂളിൽ കൊണ്ട് ഫീസ് അടച്ചതിന്റെ രസീത് ആരുടെ പേരിലാണ് വരുന്നത്? അടച്ച അപ്പന്റെ പേരിലാണോ പിള്ളേരുടെ പേരിലേ വരുന്നേ രസീത്? ആണോ? അപ്പൊ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചെങ്കിലും മരിച്ചു എന്നുള്ള രസീത് ആർക്കാ വരുന്നേ? ആർക്കു വേണ്ടി മരിച്ചോ? നിങ്ങളുടെ കയ്യിലുണ്ടോ രസീത്? ഇനി നമുക്ക് അതിന്റെ എവിഡൻസ് വേണം. എവിഡൻസ് ആര് തരും? മരിച്ചു എന്നുള്ളതിന്റെ എവിഡൻസ്, അതാ തെളിവ്. ഫെയ്ത്ത് എന്ന് പറയുന്ന തെളിവാ. അപ്പൊ നമ്മൾ ഇനി തെളിവ് ശേഖരിക്കണം. വീട്ടിലോട്ട് ചെല്ലുമ്പം, ഇന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പം റോഡില് വഴിയില് പോകുന്ന വഴിക്ക് എല്ലാം നമ്മൾ ഉറപ്പിക്കണം, എന്തോ ഞാൻ മരിച്ചതാ, ഞാനല്ല ഇനി ജീവിക്കുന്നത്. അപ്പൊ ഭാര്യ തർക്കുത്തരം പറഞ്ഞാലും, തൻ്റെ ഇടം കാണിച്ചാലും, ഭർത്താവ് നല്ല ചീത്ത പറഞ്ഞാലും, അടി തന്നാലും എല്ലാം എൻ്റെ റെസ്പോൺസ് എന്താ? എന്ത് റെസ്പോൺസ്? പക്ഷെ ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. മരിച്ചതായിട്ട് അഭിനയിക്കരുത്, വലിയ പ്രശ്നവും. നമ്മൾക്ക് പലർക്കും പറ്റുന്നത് ശരിക്കും മരിക്കാതെ മരിച്ചതായിട്ട് അഭിനയിക്കും. അതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ തീരുമാനിക്കും ഞാൻ മരിച്ചതെന്ന്. പക്ഷെ ഒരു ക്രൂശ് വരുമ്പോൾ നമ്മൾ ഓടും, അവിടെ മരിക്കൂല. നിങ്ങളൊരു കാര്യം കേട്ടോ, പ്രസംഗം കേട്ടോ ഒരിക്കലും മരിക്കാൻ പറ്റില്ല, ആ ക്രൂശിൽ തന്നെ മരിക്കണം. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂശ് ഉണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ വർഷം ഒരാളുടെ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ ക്രൂശ് ഏതാണെന്ന് വെച്ചാൽ പുള്ളി പറയാം എൻ്റെ ഭാര്യയാണ്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അന്ന് ഭാര്യ ആയിരുന്നായിരിക്കും ക്രൂശ്. ആ ഭാര്യയെ കാണുമ്പോൾ ഉടനെ ഞാൻ മരിക്കും. ക്രൂശിലേ മരിക്കാൻ പറ്റുള്ളൂ. അല്ല ചുമ്മാ കസേരയിൽ കാല് നീട്ടിരുന്ന് പ്രസംഗം കേട്ട് ആസ്വദിച്ചുകൊണ്ട് ഞാൻ മരിച്ചു കർത്താവേ എന്ന് പറഞ്ഞ് കരഞ്ഞാലൊന്നും മരണം നടക്കൂല. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പ്രസംഗം കേൾക്കുമ്പം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ തീരുമാനിക്കും ഈ ഞാനില്ല, ക്രിസ്തു ജീവിക്കുന്നത്, ഞാൻ മരിച്ചു. പക്ഷെ തക്ക സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഈ ഞാനോ ഉള്ളൂ. ശരിയാണോ ഞാൻ പറഞ്ഞേ? ആ ക്രൂശ് നമുക്ക് ദൈവം തരുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയാ. ക്രൂശ് എന്ന് പറയുന്നത് കൊല്ലാനുള്ള ഒരു ഇൻസ്ട്രുമെന്റാ. നമ്മുടെ ജീവിതത്തിൽ ആരാണോ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ആൾ, സ്നേഹിക്കാൻ പറ്റാത്ത ആൾ, അയാളെ നമ്മുടെ ജീവിതത്തിൽ വിട്ടിരിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് ഞാൻ പറയാൻ വേണ്ടിയാ. നിങ്ങൾ അവരെ എല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞ്. ഒരു രക്ഷയില്ലാത്ത ഒരേ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലും കാണുമല്ലോ ഇല്ലേ? അവരാ നിങ്ങളുടെ ക്രൂശുകൾ. അവിടെ നിങ്ങൾ മരിക്കണം. അത് അവിടെ അവരുടെ മുമ്പിൽ ഒന്ന് മരിച്ചിട്ട് ഞാനല്ല ക്രിസ്തു അത്ര എന്ന് പറഞ്ഞു നോക്കി, ഓ എന്താ പവറായിരിക്കുന്നറിയോ? അവരന്തം വിട്ടു പോകും, ഇവർക്ക് എന്ത് സംഭവിച്ചു? അത്ര പവറാണ് കർത്താവിൻ്റെ നീതിക്ക്, അവൻ്റെ ജീവന്. അവൻ്റെ ജീവനാലാണ് ഞാൻ രക്ഷപ്പെടുന്നത്, അല്ലാതെ എൻ്റെ പരാക്രമങ്ങളാലല്ല, എൻ്റെ കഴിവിനാലല്ല, എൻ്റെ പ്രവൃത്തികളാലല്ല, അവൻ്റെ ജീവനാൽ. 5-ാം അധ്യായം റോമാലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ നമ്മൾ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ജീവന്റെ സമൃദ്ധിയാലാണ് നമ്മൾ പാപത്തിന്റെ ശക്തിയെ ജയിക്കുന്നത്. വിശ്വസിച്ചോ? കർത്താവ് മരിച്ചപ്പോൾ നമ്മൾ മരിച്ചു. അപ്പൊ കർത്താവ് മരിച്ചപ്പോൾ നമ്മൾ മരിച്ചെങ്കിൽ കർത്താവ് പുനരുത്ഥാനം ചെയ്തപ്പോൾ നമ്മളും. അതെങ്ങനെ അറിയാൻ പറ്റും? തെളിവ് ബൈബിളിലുണ്ടോ? എഫേസ്യ ലേഖനം 2:6 വായിച്ച്. എഫേസ്യ ലേഖനം 2:6, ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ നമ്മൾ അവന്റെ കൂടെ എഴുന്നേറ്റോ? എഴുന്നേറ്റോ? നിങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു.
എഴുന്നേറ്റെന്നാണ് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഇപ്പം ചുറ്റും നോക്കി, എവിടെ ഇരിക്കുന്നത് നോക്കി, ശരിക്കും എവിടെ ഇരിക്കുന്നത്? ഈ ഹാളിലല്ലേ ഇരിക്കുന്നേ? കാഴ്ചയിൽ ഇവിടെ ഇരിക്കുന്നേ, പക്ഷെ വിശ്വാസത്താൽ എവിടെ ഇരിക്കണം? ഈ സ്വർഗത്തിൽ ഇരിക്കുന്നു എന്നുള്ളതിന് എന്താ തെളിവ്? നമ്മൾ കർത്താവ് മരിച്ചു എന്നുള്ളതിന് എന്തായിരുന്നു തെളിവ്? മരിച്ചു എന്നുള്ളതിന്റെ തെളിവ് എന്തായിരുന്നു? എങ്ങനെയാ കിട്ടിയത്? മരിച്ചു എന്നുള്ളതിന്റെ തെളിവ് എങ്ങനെയാ കിട്ടിയത്? കുന്തം കൊണ്ട്. ഇനി നമ്മൾ ഉയർത്തെഴുന്നേറ്റെന്നുള്ളതിന്റെ തെളിവ് എന്താ? കൊളോസി ലേഖനം 3:1 വായിച്ചു നോക്കി. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഇതാ വരുന്നു. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പൊ നമ്മൾ ശരിക്കും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എപ്പോഴും അന്വേഷിക്കുന്നേ? അപ്പൊ നമ്മൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്നെ ബൈബിൾ കോളേജ് പഠിപ്പിച്ചൊരു സാറ് എന്നെ കാണാൻ വേണ്ടി ഞാനൊരു ദിവസം പോയി. അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു, ചേച്ചിന് വീടൊക്കെ ആയോ? ഞാൻ പറഞ്ഞു ആയല്ലോ. പുള്ളി പറഞ്ഞു വീടില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു ആയി. വീട് വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് നേരത്തെ വീടുണ്ടായിരുന്നല്ലോ. എന്താ ചേച്ചി പറയുന്നത്? എന്നോട് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും. അവസാനം ഞാൻ പറഞ്ഞു, സാറേ നമ്മളെല്ലാം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് വീടൊക്കെ വെച്ചിട്ട് ഒരുക്കിയിട്ടല്ലേ കർത്താവ് നമ്മളെ വിളിച്ചതെന്ന് ചോദിച്ചപ്പം അദ്ദേഹം ചോദിക്കുമോ, ഓ ആ വീടാണോ? ഏത് വീടാണോന്നാ? ഓ ആ വീടാണോ? ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാം, ജസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഉയരത്തിലുള്ള ചിന്തിക്കുന്നവരാണോ ഭൂമിയിലുള്ള ചിന്തിക്കുന്നവരാണോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇത് ആരെ പരീക്ഷിക്കാനൊന്നുമല്ല, നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വേർപ്പഴുക്കി ജോലി ചെയ്ത് ഉറുമ്പ് ശേഖരിക്കുന്ന പോലെ പൈസ ശേഖരിച്ച് വെച്ച്, അല്ലെങ്കിൽ ലോൺ എടുത്ത് ഒരു കെട്ടിടം പണിതു, വീട് വെച്ചു, അതിനകത്ത് ആദ്യത്തെ കുക്കിങ് കഴിഞ്ഞ് ആ ചാരുകസേരയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അധ്വാന ഫലം. അത്രയും സുഖം നമുക്ക് കർത്താവ് ഒരു ഭവനം അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ഉണ്ടായ കുഴപ്പമില്ല. ഉണ്ടായെങ്കിൽ ഞാൻ അർത്ഥം എന്താ? നിങ്ങൾ ഉയരത്തിലുള്ളത് നോക്കുന്നവരാ. എവിടാ ജീവൻ കൂടുതലുള്ള, എവിടാ കൂടുതൽ സന്തോഷമുള്ളത്? ആലോചിച്ചാൽ മതി. നമ്മുടെ വിശ്വാസം പോയ പോക്കാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അത് വീട് വെക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. സന്തോഷം അവിടെയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കുന്നവരായിട്ടുള്ളൂ. ഭൂമിയിലേക്കാ നോക്കുന്നെങ്കിൽ ഇവിടെ ആയിരിക്കും സന്തോഷം കൂടുതൽ. അപ്പൊ പുനരുത്ഥാനത്തിന്റെ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഉയരത്തിലേക്ക് നോക്കാനുള്ള നമ്മുടെ കഴിവാണ്. കാരണം അവിടെ നമ്മുടെ വീടുണ്ട്, അത് കാണാൻ പറ്റും. ആ കാഴ്ചയാണ് ഫെയ്ത്ത്. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അവിടെ ഒരു ഭവനമുണ്ട്, ഒരു വാസസ്ഥലമുണ്ട്, അവിടെ ഞാൻ പോകും, അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഫെയ്ത്ത്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പൊ കർത്താവ് മരിച്ചപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ മരിക്കുകയും ചെയ്തു. അവൻ പുനരുത്ഥാനം ചെയ്തപ്പോൾ അവൻ്റെ കൂടെ നമ്മൾ പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തു. അതാണ് ലൈഫിൽ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ഡൈഡ് ഫോർ മീ, ഹു ലിവ്സ് ഇൻ മീ. ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇതേ മരണ പുനരുത്ഥാനങ്ങളുടെ ഏറ്റുപറച്ചിലാണ് സ്നാനം. ഇതേ മരണ പുനരുത്ഥാനങ്ങളുടെ ഏറ്റുപറച്ചിലാണ് കർത്തൃമേശ. ഇതേ മരണ പുനരുത്ഥാനങ്ങളുടെ ഏറ്റുപറച്ചിലാണ് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധീകരണം, നീതീകരണം. എല്ലാം അവൻ്റെ മരണത്തിന്റെ പങ്കാളിത്തവും അവൻ്റെ പുനരുത്ഥാനത്തിന്റെ പങ്കാളിത്തവുമാണ്. സ്നാനപ്പെടുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത് നോക്കിയേ. 6-ാം അധ്യായം തന്നെ 3, റോമാലേഖനം 6:3. യേശുക്രിസ്തുവിനോട് ചേരുവാൻ. എന്തിനാണ് നമ്മൾ സ്നാനമേക്കുന്നത്? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിന്റെ പങ്ക് ചോദിച്ചുകൊണ്ട്, പങ്കാളിത്തം, പാർട്ട്ണർഷിപ്പ്. എന്താ കർത്താവിനോട് ചോദിച്ചത് സ്നാനപ്പെടാൻ നേരത്ത്? കർത്താവേ, നീ മരിച്ചപ്പം ഞാനും നിന്റെ കൂടെ മരിച്ചതല്ലേ, അതിന്റെ പങ്ക് എന്ത് ചെയ്യുന്ന ചോദിച്ചത്. എനിക്ക് നിന്റെ കൂടെയുള്ള മരണത്തിന്റെ ഷെയറാണ് ചോദിച്ചത്. നമ്മളിങ്ങനെ അങ്ങ് പറഞ്ഞു പോവല്ലേ എളുപ്പത്തില്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നാം
അറിയുന്നില്ലയോ? മരണത്തിന്റെ പങ്കാളിത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതിനുവേണ്ടി നമ്മൾ സ്നാനപ്പെട്ട്. അടുത്ത വാക്യം, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന, പാർട്ട്ണറായി മാറിയ, അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഐ വാസ് ബറീഡ് വിത്ത് ഹിം. അപ്പം ഞാൻ എവിടെ ഉണ്ട്? ഇൻ ക്രൈസ്റ്റ്. അത് ഞാൻ ഏറ്റു പറയുക സ്നാനത്തിലൂടെ. ഞാൻ ഉണ്ടായിരുന്നു നിന്റെ കൂടെ. നിന്റെ മരണം എൻ്റെ മരണമായിരുന്നു. നീ വേദനയോട് അലറി കരഞ്ഞത് എൻ്റെ വേദനയായിരുന്നു. നീ വഹിച്ചത് എൻ്റെ മരണം, ഞാൻ മരിക്കേണ്ട മരണം. എൻ്റെ സ്ഥാനത്ത് നീ ആ വേദന മുഴുവൻ സഹിച്ച് മരിക്കുന്നത് എൻ്റെ മരണം. ആ മരണത്തോട് ഞാൻ ഏറ്റു പറയുക, ഐ ഡൈഡ് വിത്ത് യു. കർത്താവെ, ഞാൻ അങ്ങയുടെ കൂടെ മരിച്ചു. അടുത്ത വാക്യം, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ. അപ്പൊ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ജീവന്റെ പുതുക്കത്തിൽ. അപ്പൊ ശരിക്കും ഈ പുനരുത്ഥാനത്തിന്റെ സദൃശം എന്ന് പറഞ്ഞാൽ എന്തോ? നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതാ. മരിക്കുന്നത് ഈ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന സ്നാനത്തിലോട്ട് ഇറങ്ങുമ്പം നമ്മൾ മരിച്ചു, കബറടങ്ങി, ആ വെള്ളത്തിനകത്ത് മുങ്ങി കിടക്കുന്ന ഒരു സെക്കൻഡ് കബറടങ്ങി, പിന്നെ എഴുന്നേറ്റ് വരുമ്പം നമ്മൾ പുതിയ സൃഷ്ടിയായി മാറി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, പുനരുത്ഥാനത്തിന്റെ അല്ലെ, പുനരുത്ഥാനം എഴുന്നേറ്റ് വരും നമ്മൾ വിചാരിക്കുന്നത്. പുനരുത്ഥാനം അല്ല എഴുന്നേറ്റ് വരുന്നത്. ആ സ്നാനം മുഴുവൻ യേശുവിൻ്റെ കൂടെയുള്ള മരണത്തെ കാണിക്കുന്നത്. പുനരുത്ഥാനത്തിന്റെ സദൃശം എന്താണെന്നറിയോ? എഴുന്നേറ്റ് വന്നിട്ടുള്ള ജീവിതമാണ്. അതാ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ. അതിന്റെ സദൃശം എന്താ? നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ ഇനി ജീവിക്കുന്ന ആരാ? ഞാനല്ല, ക്രിസ്തു അത്രേ. അപ്പൊ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്താണ് നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം? പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പ്. ഉറപ്പുണ്ടായോ? യേശു ക്രിസ്തുവിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ അറിയാം? അതറിയണ്ടേ? യേശു ക്രിസ്തുവിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിലല്ലേ ഇതൊക്കെ ആപ്ലിക്കബിൾ ആവുള്ളൂ, അല്ലേ? നിങ്ങൾ ഉണ്ടായിരുന്നെന്ന് എങ്ങനെ അറിയാം? അതിനകത്ത് അതിൻ്റെ ഒരു പരീക്ഷണം നമുക്ക് നോക്കാം. ക്രിസ്തുവിൽ ഞാൻ ഉണ്ടായിരുന്നോ ഇല്ലയോ? ആരൊക്കെ ഉണ്ടായിരുന്നു? ലോകത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നോ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ? നോ, എല്ലാവരും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാ ഉണ്ടായിരുന്നേ? നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഇൻ ക്രൈസ്റ്റ്. ആരാണ് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത്? 17:9. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. അപ്പൊ ലോകം മുഴുവനില്ല. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. അടുത്തത്, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ പിതാവ് പുത്രനെ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് പുത്രൻ പ്രാർത്ഥിക്കുന്നത്, യാഗമർപ്പിക്കുന്നത്. 20-ാം വാക്യം വായിച്ചേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഈ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെ ഞാൻ. അപ്പൊ ആരൊക്കെ ഉണ്ട് അതിനകത്ത്? ആരൊക്കെയുണ്ട്? ആരൊക്കെ വിശ്വസിക്കുവോ അവരെല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ പേരും അവിടെ എവിടെ ഉണ്ടായിരുന്നു, അല്ലേ? അതുകൊണ്ടാണ് ഈ പാസ്റ്റർമാർ നമ്മളെ വിടാതെ പുറകെ നടന്നുകൊണ്ടിരുന്നത്. കാരണം എന്താ? അന്ന് കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് മഹാപുരോഹിതന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം അതിലെവിടെയോ എൻ്റെ പേരും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്ത് നമ്മളൊരു ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവ് പിതാവിൻ്റെ അടുക്കൽ യാഗമർപ്പിക്കാൻ പോകുമ്പം ആ പുരോഹിതൻ, മഹാപുരോഹിതൻ കുറേ ആൾക്കാരുടെ പേരെഴുതി കൊടുത്തായിരുന്നു. ആ ലിസ്റ്റിൽ എവിടെയോ ഞാനും ഉണ്ടായിരുന്നു. മനസ്സിലായോ ഞാൻ പറഞ്ഞ്? അപ്പൊ നമ്മൾ അതിനകത്ത് ഉണ്ടായിരുന്നു. എങ്ങനെ അറിയാം? നമ്മൾ അവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് തന്നെ ഒരു തെളിവാണ്. ഐ വാസ് ഇൻ ഹിം. അതുകൊണ്ടാണ് വിശ്വാസം നമുക്കുണ്ടാകുന്നത്. ഐ വാസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ, ക്രിസ്തു യേശുവിൽ ഞാനും ഉണ്ടായിരുന്നു. കാരണം അവൻ പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വേണ്ടിയും കൂടെയാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. അത് ലോകത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ആരെല്ലാം വിശ്വസിക്കുമോ അവർക്ക് വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. ഇപ്പൊ ഞാൻ അതിനകത്തുണ്ട്. ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ അവന് കഴിയും. നമ്മുടെ പ്രാർത്ഥനകൾ പിതാവ് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കേൾക്കാൻ എല്ലാ പ്രാർത്ഥനയൊന്നും കൊള്ളാവുന്ന പ്രാർത്ഥനകളൊന്നും അല്ല, പിതാവിൻ്റെ സ്വഭാവത്തോട് യോജിക്കുന്ന പ്രാർത്ഥനകളും അല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന മിക്കവാറും ഒക്കെ നമ്മുടെ സ്വാർത്ഥതയിൽ വേണ്ടിയൊക്കെയാണ്. പക്ഷെ പുത്രൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പിതാവ് കേൾക്കാതിരിക്കില്ല.
അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പിതാവ് അത് ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ട്. വിശ്വാസം ഉണ്ടാവും? എത്രയെങ്കിലും വിശ്വാസം ഉണ്ടാവുന്നുണ്ടോ? ഞാനിത് പറയുമ്പം അതുള്ള വിശ്വാസം പോകുന്നില്ലല്ലോ. രാവിലെ ഉള്ള വിശ്വാസം എല്ലാം പോകുമായിരുന്നു, ഇപ്പൊ പോയതെല്ലാം തിരിച്ചു വരുന്നുണ്ടോ? കാരണം നമ്മൾ വിശ്വസിക്കേണ്ട നങ്കൂരം കറക്റ്റ് ആകാൻ വേണ്ടിയാണ് രാവിലെ ഇത് അഴിക്കുകയും വൈകിട്ട് ഇത് പണിയുകയും ചെയ്യുന്നത്. വിശ്വാസം നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തിയിലല്ല, വിശ്വാസം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയിലാണ്. അവന്റെ വിശ്വസ്തതയിലും നമ്മുടെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ കഴിവിലുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ നോ ഹി ക്യാൻ സേവ് മീ. അവൻ എന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ വാസ് ഇൻ ഹിം, ഐ ബിലീവ് ഇൻ ഹിം. ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്കും അവന്റെ നൈർമല്യത്തിലേക്കും നിർമ്മലതയിലേക്കുമാണ് എന്നെ നയിക്കുന്നത്. ഹി വിൽ ക്യാരി മീ ത്രൂ. അപ്പൊ കർത്താവ് പ്രാർത്ഥിച്ചു. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു? നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് എല്ലാവർക്കും വേണ്ടി അറിയില്ല, ഇതിൽ ആരെല്ലാം വിശ്വസിക്കുന്നോ അവർക്കെല്ലാം വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാ പ്രാർത്ഥിച്ചത് നമുക്ക് നോക്കാം. രക്ഷയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:19 വായിച്ചു നോക്കി. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെ? ഞാനും എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയിൽ എന്തുണ്ട്? നമ്മുടെ വിശുദ്ധീകരണമുണ്ട്. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണേ എന്ന് അതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ രക്ഷയുണ്ട്. സാത്താന്റെ പിടിയിൽ നിന്ന്, അവന്റെ പണിഷ്മെന്റിൽ നിന്ന്, അവൻ ആ മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ളവർക്ക് വേണ്ടി മരണത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. 22-ാം വാക്യം വായിച്ചേ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? നരകത്തിൽ നിന്നുള്ള രക്ഷയുണ്ട്, വിശുദ്ധീകരണം, ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള കാര്യമുണ്ട്, അതുപോലെ അവന്റെ മഹത്വം നമുക്ക് ലഭിക്കാനുള്ളതും ആ പ്രാർത്ഥന അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചേക്കുന്നേ? വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി. അപ്പൊ എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇപ്പം വിശ്വസിക്കുന്ന ഏവരിലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, രക്ഷാകരമായ ദൈവകൃപ, വിശ്വസിക്കുന്ന ഏവനെയും രക്ഷിക്കുവാനും അവരെ ക്രിസ്തുവിന്റെ പെർഫെക്ഷനിലേക്ക് നടത്തുവാനും കഴിവുള്ള ദൈവത്തിന്റെ കൃപയാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ വിശ്വാസം കൊണ്ട് എന്താ നേടുന്നത് നമുക്ക് നോക്കാം. 2 പത്രോസ് 1-ാം 2-ാം വാക്യം മുതൽ വായിക്കാം. 2 പത്രോസ് 1-ാം 2-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമുക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അടുത്ത വാക്യം. നമ്മെ അവന്റെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. ഇത് ആർക്കാ എഴുതിയേക്കുന്നറിയോ? ആർക്കാ ഇത് എഴുതിയേക്കുന്നേ? 1-ാം വാക്യത്തിൽ പറയാണ്, യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പൊ ഇത് ആർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ? ആർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ? അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് മാത്രം. എന്താ വിശ്വാസം? പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ആ ഫെയ്ത്ത് ആർക്കെല്ലാം ഉണ്ടോ, നിത്യരാജ്യത്തെക്കുറിച്ചുള്ള അഷുറൻസ് ആർക്കെല്ലാം ഉണ്ടോ, യേശുക്രിസ്തു എനിക്ക് പകരം മരിച്ചുവെന്നും അവൻ എനിക്ക് നീതിയും ശുദ്ധീകരണവുമായി മാറിയെന്നും ആരെല്ലാം വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് മാത്രമുള്ളതാണ് ഈ കത്ത്. മനസ്സിലാവുന്നുണ്ടോ? ആർക്കുള്ളതാ? വിലയേറിയ വിശ്വാസം കിട്ടിയവർക്കുള്ളതാ. എന്നിട്ട് പറയാണ് 3-ാം വാക്യത്തിൽ, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. ഇത് മലയാളത്തിൽ എഴുതുമ്പോൾ മഹത്വത്താലും വീര്യത്താലുമാണ്. അത് ഇംഗ്ലീഷില് മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും വന്ന ടു ഹിസ് ഗ്ലോറി ആൻഡ് ഹിസ് എക്സലൻസ്. അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും. അപ്പൊ നമ്മളെ വിളിച്ചപ്പോൾ ഒരു വലിയ വിളിയായിരുന്നു. എങ്ങോട്ടാ വിളിച്ചേക്കുന്നേ? ഇവിടെ പ്രാർത്ഥിച്ച് വിടുതലെടുത്ത് ഇവിടുത്തെ രോഗങ്ങളെല്ലാം മാറ്റി, കടഭാരം എല്ലാം മാറ്റി, നല്ലൊരു വീട് പണിത് രാജാവിനെ പോലെ വസിച്ചിട്ട് ദൈവമെല്ലാം തന്നതാന്ന് പറയാൻ വേണ്ടി അല്ല നമ്മളെ വിളിച്ചേക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടി വിളിച്ചേക്കുന്നത്? അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും. വീര്യം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന എക്സലൻസ്, പെർഫെക്ഷൻ. ക്രിസ്തു എങ്ങനെയാണോ അതേ തേജസ്സിലേക്കും അതേ എക്സലൻസിലേക്കുമാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. അത്ര ഭയങ്കര വിളിയാ. അപ്പൊ ആ വിളി ഭയങ്കര വിളിയാ നമുക്ക് കിട്ടിയേക്കുന്നത്. ആണോ? നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ ഇങ്ങനെ കേട്ടിട്ട്? നമ്മൾ ആരെ പോലെ ആക്കാൻ വേണ്ടിയാ വിളിച്ചേക്കുന്നത്? അംബാനിയെ പോലെ ആക്കാൻ വേണ്ടിയല്ല, യേശു ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയാ. എത്ര പേർക്ക് ഇഷ്ടമുണ്ടാ വിളി? അംബാനിയെ പോലെ ആകാൻ വെള്ളം വിളിക്കാന്ന് പറയാറുണ്ട്. ഇവിടെ ഇതൊന്നും അല്ലായിരുന്നു ഇന്നത്തെ ബഹളം.
പക്ഷെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ പിടിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അത്ര ഒരു സന്തോഷം വരുന്നില്ല. കാരണം നമ്മുടെ ഈ ജഡത്തിലുള്ള ജീവിതത്തിൽ ഈ യേശു ക്രിസ്തുവിന്റെ ജീവൻ അത്ര ഒരു അട്രാക്റ്റീവ് ഒന്നുമല്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്താ ബ്രദർ ഈ കർത്താവിന്റെ ജീവിതത്തിൽ ഇത്രയും ഭയങ്കര ഒരു രസം? അല്ല, ഒരു കല്യാണം പോലും കഴിക്കാത്ത, കല്യാണം കഴിക്കാത്ത ആളത് പറഞ്ഞത്, ഒരു കല്യാണം പോലും കഴിക്കാത്ത കർത്താവിന്റെ ജീവിതത്തിൽ എന്താ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന്. അവൻ വിചാരിച്ചിരിക്കുന്ന കല്യാണമാണ് ലോകത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമെന്ന്. അതുപോലും കഴിക്കാത്ത കർത്താവിന്. അപ്പോൾ ഒരു വലിയ പ്രിയ സഹോദരങ്ങളെ, കർത്താവ്, ഞാൻ അവനോട് പറഞ്ഞു, കർത്താവ് ഒരു മണവാട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഒരു ഗുണമില്ലാത്തൊരു മണവാട്ടി. നമ്മളാണ് ഇനി ഇതിനെ ശുദ്ധീകരിച്ച് റെഡിയാക്കി വിവാഹത്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവിന് കല്യാണമൊക്കെ ഉണ്ട്, നമ്മളാന്നുള്ള കുഴപ്പമുള്ളൂ അല്ലേ? പിന്നെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്നറിയോ? അവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു പൂർത്തിയാക്കുന്നുള്ളതാണ്. അവൻ എപ്പോഴും പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നതാണ് എൻ്റെ ആഹാരം. അതിലാണ് എക്സൈറ്റ്മെൻറ്റ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്ന് കിടക്കാൻ നേരത്തെ കർത്താവ് പറയുക, നേരിട്ട് വന്ന് പറയാൻ നേരിച്ചോ, പിതാവ് എന്ന് പറയാം, ഇന്ന് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ വേണം നീ വിശ്വസിക്കാൻ, ഇങ്ങനെ വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം എന്തായിരിക്കും എന്നറിയോ? അത് നമ്മൾ റിയലി ഒന്ന് ഫീൽ ചെയ്ത് നോക്കി, ഭയങ്കര സന്തോഷമായിരിക്കും. അത് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുന്നതിനേക്കാളും, ലോകത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് തരുന്നതിനേക്കാളും വലിയ സന്തോഷമായിരിക്കും അവൻ്റെ ഒരൊറ്റ ശബ്ദം, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അവനിൽ നിന്ന് കേൾക്കാം. അതാണ് പുത്രൻ എപ്പോഴും മുമ്പിൽ വെച്ചിരുന്നത്. അവൻ്റെ സന്തോഷം, എക്സൈറ്റ്മെൻറ്റും അതായിരുന്നു. എന്നിട്ട് പറയാ, അതേ മഹത്വത്തിലേക്കും അതേ പെർഫെക്ഷനിലേക്കുമാണ് നിങ്ങളെ വിളിച്ചേക്കുന്നത്. പക്ഷെ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവനെപ്പോലെ ജീവിക്കാനുള്ള ഒന്നും കൈ കാണുന്നില്ല. ക്ഷമിക്കാൻ പറ്റുന്ന ക്ഷമയില്ല. ചിലർ പറയുന്നില്ലേ, ഓ അവനോടൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ല ബ്രദറെ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല, ധനമില്ല. ഓ അങ്ങനൊന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല, അതൊക്കെ നിങ്ങൾ പറയുന്നവരെ നടക്കത്തില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, തോറ്റുപോയി, ധനമില്ല. പക്ഷെ വിളിച്ചത് യേശുവിൻ്റെ ഗ്ലോറിയിലേക്കാണെങ്കിൽ, ആ ഗ്ലോറിയിൽ യേശുവിൻ്റെ പരിജ്ഞാനത്തിൽ നടക്കാൻ നമുക്ക് എന്തെല്ലാം ധനം ആവശ്യമാണോ അതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് അടുത്ത വാക്യത്തിൽ വായിച്ചേ, 2 പത്രോസ് 3 വാക്യം ഇങ്ങനെയാണ്, 1:3. നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി, ഡിവൈൻ പവർ, ദൈവിക ശക്തി, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ആ ദാനത്താൽ എന്ത് ചെയ്തിരിക്കുന്ന അറിയാമോ? അവയാൽ നമുക്ക് അവൻ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും. അപ്പൊ നമ്മൾ ഈ ജീവനും ഭക്തിക്കുള്ളത് ചിന്തിക്കുമ്പോൾ എന്താ ആലോചിക്കുന്നറിയോ? അന്നന്ന് ആഹാരം കഴിഞ്ഞുകൂടാൻ ജീവൻ, അതിനുള്ള പൈസ, പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള വണ്ടിക്കൂലി, സ്വോത്രമാഴ്ച ഇടാനുള്ള 10 രൂപ, അത്രയാകുമ്പോൾ ഭക്തിക്കുള്ളതുമായി. ഇപ്പൊ ജീവനും ഭക്തിക്കുള്ളതെല്ലാം ദൈവം തരുന്ന പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പോകുന്നത് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പൈസയും വണ്ടിക്കൂലിയും ഓട്ടോക്കൂലിയും പിന്നെ സ്വോത്രമാഴ്ച ഇടാനുള്ള 10 രൂപയായി ആയിക്കഴിഞ്ഞാൽ ജീവനും ഭക്തിക്കുള്ളത്. അതല്ല അവിടെ പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞ ജീവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവൻ, അവൻ്റെ പരിജ്ഞാനത്തിൽ ജീവിക്കുന്നതിനും അവൻ്റെ മഹത്വത്തിലേക്കുള്ള നടപ്പിൽ നമുക്ക് എന്തുമാത്രം ധനം വേണോ അതും, അവൻ്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ വേണ്ട ധനം, യേശുവിൻ്റെ ജീവൻ നമ്മൾ ഇവിടെ ജീവിക്കാൻ നമുക്ക് എന്തുമാത്രം സ്നേഹം ആവശ്യമാണ് അത്രയും സ്നേഹം, എന്തുമാത്രം കരുണ ആവശ്യമാണ് അത്രയും കരുണ, എന്തുമാത്രം ധനം ആവശ്യമാണോ അത്രയും ധനം, അത്രയും മഹത്വം, അതേ റിസോഴ്സസ് അവൻ നമുക്കും തന്നിട്ടുണ്ടെന്നാണ് ആ വാക്യം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനാലാണ് ഈ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ വാഗ്ദത്തം എന്ന് പറഞ്ഞ വാക്കിന് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന വാക്കാണ്. ഇന്ന് ഞാൻ പറയുന്നത്, വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഇന്ന് ഭയങ്കര കേസാണ്. ഇത് ആൾക്കാരെല്ലാം ഭയങ്കര വൈബ്രേഷനിലാവും അത് കേൾക്കുമ്പോൾ. അതിൻ്റെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഗ്ദത്തം എന്താണെന്നറിയോ? എന്തുവാ? ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ഒരു തലയൊക്കെ വെച്ചിട്ട് പറയുന്ന ഒരു വാക്കാണ്, നിന്നെ തണുപ്പുള്ള ദേശത്തോടെ. അതിൽ IELTS എക്സാം നഴ്സിംഗും എല്ലാം പാസ്സായിട്ടുണ്ടാവും. ഇവരുടെ അപ്പൻ വളരെ കഷ്ടപ്പെട്ട് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ചായിരിക്കും. അപ്പോൾ ഈ പ്രവാചകൻ തലയെ കൈവച്ചിട്ട് നിന്നെ അമേരിക്കയിലോട്ട് വിടുന്നോ കാനഡയിലോട്ട് വിടുന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഈ പെൺകുട്ടിക്ക് ഒരു ആശ്വാസം, ദൈവമേ കടം വീട്ടാം, 2 വർഷം കൊണ്ട് ഇങ്ങനെ കടം വീട്ടാം എന്നിങ്ങനെ ചിന്തിക്കുക, ഒരു ആശ്വാസമാണ്. അതാണ് ഈ വാഗ്ദത്തം. എന്തോ വാഗ്ദത്തം? ഈ വാഗ്ദത്തത്തിന്റെ കാര്യം കേൾക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നത്. ആ വാഗ്ദത്തം മുഴുവൻ നമ്മൾ അവിടെ വെച്ചിരിക്കുക. എന്താ വാഗ്ദത്തം? ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കേണ്ടത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ, വിശ്വാസമുണ്ടോ? ആ വാഗ്ദത്തമാണോ കുറച്ചുകൂടെ വിശ്വാസം? അതോ 2020 11-ാം മാസം നിങ്ങൾക്ക് ഒരു വിടുതൽ വെച്ചിരിക്കുന്നു, ഈ വാഗ്ദത്തമാണോ കൂടുതൽ വിശ്വാസം? ഏതാ കൂടുതൽ വിശ്വാസം? കർത്താവ് എഴുതി കൈ തന്ന വാഗ്ദത്തത്ര വിശ്വാസമില്ല. പക്ഷെ ഈ പ്രവാചകന്മാരും എന്ന് പറയുന്ന വാഗ്ദത്തം ഭയങ്കര വിശ്വാസം, ഏറ്റെടുക്കലോടെ ഏറ്റെടുക്കല.
അവൻ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്ന. കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെന്നപ്പോൾ അവിടെ പ്രസംഗിക്കുകയാണ്. പാസ്റ്റർ ആരാധിപ്പിക്കുന്ന ആൾക്കാരെ കണ്ട് ആരാധിപ്പിക്കുക. ഈ ആരാധിപ്പിക്കാൻ ചൂട് കയറ്റണമെങ്കിൽ അവർക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണം. ഇന്നത്തെ ശുശ്രൂഷകൾ മുഴുവൻ ലോകത്തെ ജഡത്തെയും നോക്കി ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാ. അപ്പൊ പുള്ളി പറയാണ്, നിങ്ങളാരും നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ജീവിക്കരുത്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പൊ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ സ്തോത്രം, അത്രയെങ്കിലും കേട്ടല്ലോ. അടുത്ത വാക്യം, നിങ്ങളുടെ പദ്ധതി അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ ഗൾഫിലെത്തുമായിരിക്കും, എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ അമേരിക്കയിൽ എത്തിക്കാൻ കഴിവുള്ളൊരു ദൈവമാണ്. ഇത് കേട്ടതേ എൻ്റെ സഹോദരങ്ങളെ അവിടെ ഉണ്ടായ ഒരു ആരവവും ആരാധനയും. ഈ മനുഷ്യൻ ഒരു നഴ്സിനെ കല്യാണം കഴിച്ച് അമേരിക്കയ്ക്ക് പോയ ആളാ. അപ്പൊ പുള്ളിക്കത് പറയാം, കാരണം പുള്ളി ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അമേരിക്കയിൽ പോയ ആളാണ്. എന്തൊരു ദയനീയമായ വാഗ്ദത്തം. എന്നാൽ അവൻ നമുക്ക് തന്നിരിക്കുന്ന ദൈവകൃപ അതിമഹത്തായ, കാണാത്ത, ഇല്ലാത്തതല്ല, കാണാത്ത നിത്യമായ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനൊത്ത, അവന്റെ പരിശുദ്ധിക്കൊത്ത, അവന്റെ എക്സലൻസിനൊത്ത, പെർഫെക്ഷനൊത്ത, അവന്റെ മഹത്വത്തിനൊത്ത ധനം നമുക്ക് കരുതിയിരിക്കുന്നു. അതിൻ്റെ അവകാശമാണ് ഈ വിശ്വാസത്താൽ നമ്മൾ നേടുന്നത്. When Christ is living in me through faith, വിശ്വാസത്താൽ ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ എണ്ണമില്ലാത്ത സ്വർഗീയ സമ്പത്തുകളുടെ ഉടമയായിട്ട് മാറുക ചെയ്യുന്നത്. ആരെയും സ്നേഹിക്കാൻ, ആരെയും കരുണ കാണിക്കാൻ, ആരോടും ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുവിന് അത് കഴിയും. അവന്റെ എക്സലൻസിലേക്കും അവന്റെ പെർഫെക്ഷനിലേക്കും നടത്താൻ ക്രിസ്തുവിന് കഴിയും. അവനെ കഴിയൂ. അതുകൊണ്ടാണ് മനുഷ്യനിലേക്കല്ല നമ്മുടെ വിശ്വാസത്തിന്റെ നങ്കൂരം ക്രിസ്തുവിന്റെ ധനത്തിലേക്ക് വേണം നമ്മൾ അറിയാൻ. അതുകൊണ്ടാണ് ഫെയ്ത്ത് എലോൺ എന്ന് നമ്മൾ പറയുന്നത്. നമുക്കൊരു സാധാരണ ഓട്ടം ഓടിയാൽ പോരാ, ക്രിസ്തു ഓടിയ ഓട്ടം, ആ നടന്ന നടപ്പ്, അവന്റെ അധ്വാനത്തിന്റെ ഫലമായ ആ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഫെയ്ത്തിനാൽ ലഭിക്കുന്ന അതിമഹത്തായ വാഗ്ദത്തങ്ങൾ, വിശ്വാസത്താൽ നമ്മൾ നേടുന്ന ജീവിതം ഇസ് ദ റിച്ചസ്റ്റ് ലൈഫ്. ഏറ്റവും ധനമുള്ള ജീവിതം ക്രിസ്തുവിന്റെ ജീവിതം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട്, ഈ സാക്ഷ്യം നമ്മൾ കേൾക്കേണ്ടതാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടാകുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈ ശബ്ദം നമുക്ക് കേൾക്കാം. നീ എൻ്റെ മകനാണ്, മകളാണ്. കേൾക്കുന്നുണ്ടോ? ഇത് കേൾക്കണം. ആ ശബ്ദമാണ് നമ്മളെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നത്, ബലം നൽകുന്നത്. ദൈവമാണ് നമ്മുടെ അപ്പനെങ്കിൽ പിന്നെ നമുക്ക് എന്താ പേടിക്കാനുള്ളത്? ദൈവമാണ് നമ്മുടെ പിതാവെങ്കിൽ നമ്മൾ ചഞ്ചലപ്പെടുന്നത് എന്തിനാ? നമുക്ക് ജീവിക്കാൻ എന്താ പ്രയാസം? അവനാ പിതാവെങ്കിൽ നമ്മൾ എല്ലാത്തിലും മതിയായവരാണ്. ഒന്നുമില്ലായിടത്തും നമ്മൾ സന്തോഷമായിരിക്കും. കാരണം നമ്മുടെ പിതാവ് അത്ര വലിയൊരു പിതാവ് നമുക്കുണ്ട്. ആ സാക്ഷ്യം നമുക്ക് എവിടെ നിന്ന് കേൾക്കണം? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് പറയണം. അടുത്ത വാക്യം പറയാണ്, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ഈ അവകാശം എന്നുള്ള വാക്കൊന്ന് പരിശോധിക്കും. അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും. അതാ ക്രിസ്തുവിനെ തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പറയും. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പൊ നമ്മൾ നോക്കി, അവകാശം ആദമിൽ ഞാൻ ഉണ്ടായിരുന്നോണ്ടാണ് ആദമിന്റെ എല്ലാ സ്വഭാവം എനിക്ക് കിട്ടിയത്, അല്ലേ? ആദമിൽ ഞാൻ ഉണ്ടായിരുന്നു. ആദമിന്റെ വെളിയിൽ നിന്ന് വന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആദമിൽ നിന്നല്ലാതെ ആദമിന് വെളിയിൽ നിന്ന് വന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കെ. ഏലിയൻസ്, മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ആരുമില്ലല്ലോ. അപ്പൊ നമ്മളല്ല ആദമിന്റെ മക്കളാ. അപ്പൊ ആദമിന്റെ സ്വഭാവം നമുക്കുണ്ടായിരുന്നു. ഇൻ ആഡം, വി വെർ ഇൻ ആഡം. ആദമിലായിരുന്നുകൊണ്ട് അവന്റെ എല്ലാ കുഴപ്പങ്ങളും നമുക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. ആദമിന്റെ അവകാശം എന്താണെന്നറിയോ? മരണം, മരണം, പാപത്തിന്റെ അടിമത്തം. എന്നാൽ അതിനു മുൻപേ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരിലായിരുന്നു? ക്രിസ്തുവിലായിരുന്നു. അപ്പൊ ശരിക്കുള്ള നമ്മുടെ അവകാശം ആദമിന്റെ അവകാശമല്ല, പിന്നെ ആരുടെ അവകാശമാണ്? ക്രിസ്തുവിന്റെ അവകാശമാണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്? ആദമിലാകുന്നതിന് മുമ്പ് തന്നെ ബൈ ഗോഡ്സ് എലക്ഷൻ നമ്മൾ ആരിലുണ്ട്? നിത്യതയിൽ നമ്മൾ ആരിലുണ്ട്? ക്രിസ്തുവിലുണ്ട്. വിശ്വാസമുണ്ടോ? ഈ വിശ്വാസം ഉറച്ചു കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യം കേട്ടോ. നമുക്കത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. ഇതിനെ അതിജീവിക്കാനുള്ള, നീതീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന അബ്രഹാമിന്റെ ഫെയ്ത്ത്, ആ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഓക്കെ. അപ്പോൾ അവകാശം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടായിരുന്നോണ്ടാണ് ആ അവകാശം ഉണ്ടാകും. പക്ഷെ അതിൻ്റെ പ്രത്യേകതയുണ്ട്, കൂട്ടവകാശം. ഈ ഇൻഡിപെൻഡന്റ് അവകാശവും കൂട്ടവകാശവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം? ഒരു അപ്പന് 2 മക്കളുണ്ടെന്ന് വിചാരിച്ചോ.
മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി. ഓക്കെ, എന്താ പേര്? മിസ്റ്റർ എ, മിസ്റ്റർ ബി. 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഈ അപ്പൻ 2 പേർക്കും 5-5 ഏക്കർ വെച്ച് കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ മിസ്റ്റർ എക്ക് ഈ ആദ്യത്തെ 5 ഏക്കറിൽ ഒറ്റയ്ക്കുള്ള അവകാശമാണോ കൂട്ടവകാശമാണോ? ഒറ്റയ്ക്കുള്ള അവകാശമാണ്. കാരണം വീതിച്ചു കൊടുത്തതാ. എക്കും ബിക്കും ഒറ്റയ്ക്കുള്ള അവകാശം. പക്ഷെ മിസ്റ്റർ എക്കും മിസ്സിസ് എക്കോ ആദ്യത്തെ 5 ഏക്കറിൽ കൂട്ടവകാശമാണ്. ഈ മിസ്സിസ് എക്ക് എങ്ങനെ അതിനകത്ത് അവകാശം വന്നത്? മിസ്റ്റർ എയുടെ ഭാര്യ ആയതുകൊണ്ട് അല്ലേ? അപ്പൊ അത് കൂട്ടവകാശം. ആരുടെ കൂടെ ആരുടെ സ്വത്താ അത്? ആരുടെ സ്വത്താ? ഭർത്താവിന്റെ സ്വത്താ അല്ലേ? ഭയങ്കര ഗമിക്കല്ലേ ഭാര്യമാര് നിൽക്കുന്നേ? സ്വന്തമല്ല, ആരുടെയാ? ഭർത്താവിന്റെയാ. കൂട്ടവകാശം അല്ലേ? 2 പേർക്ക് ഒരേ അവകാശം അല്ലേ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് ഈ അവകാശം കിട്ടാൻ സാധാരണഗതി നമുക്ക് യാതൊരു യോഗ്യതയില്ല. പിന്നെ എങ്ങനെ ഇത് കിട്ടുന്നറിയോ? എങ്ങനെ കിട്ടുന്നത്? ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടായിരുന്നോണ്ടാ. അപ്പൊ എല്ലാ അവകാശവും സത്യത്തിൽ ആരുടെയാ? ക്രിസ്തുവിന്റെ. അവന്റെ ധനമാണ് നമ്മൾ കൂട്ടവകാശം പേടിച്ചിങ്ങ് പങ്കുവെക്കുന്നത്. കർത്താവ് അവനുള്ളതെല്ലാം നമുക്ക് പങ്കുവെക്കുന്നതിനെയാണ് ഈ കൂട്ടവകാശം എന്ന് പറയുന്നത്. അവന്റെ വീടാ എൻ്റെ വീട്, അവന്റെ അപ്പൻ എൻ്റെ അപ്പൻ, അവന്റെ ആത്മാവ് എനിക്ക് തന്നേക്കുന്നത്, അവന്റെ നീതി, അവന്റെ അധ്വാനത്തിന്റെ ഫലം, അവൻ നേടിയ സമ്പത്ത്, അവന്റെ വിശുദ്ധി, സകലതിനും നമ്മൾ അവകാശികളാണ്. നമ്മുടെ അവകാശം മുഴുവൻ അതിമഹത്തേറിയ വാഗ്ദത്തങ്ങളുടെ ബേസിസിലുള്ളതാ. മനസ്സിലാവുന്നുണ്ടോ? ഈ വാഗ്ദത്തങ്ങളെ നമ്മൾ മുന്നിൽ കണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ലോകത്തിലുള്ള നശിച്ചു പോകുന്ന ഒരു സാധനത്തെ ആശ്രയിച്ചാണ് വിശ്വാസികളെന്ന് സ്വയം വിളിക്കുന്നതെങ്കിൽ ആ വിശ്വാസം കൊണ്ടൊരു പ്രയോജനമില്ല. ഞാൻ സാധാരണ പറയാറുള്ള ഒരു ഇല്ലസ്ട്രേഷനോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. പൗലോസും ഞാനും കർത്താവിന്റെ ബീമാ സീറ്റിന് മുമ്പിൽ പോയി നിൽക്കുക പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി. അപ്പൊ കർത്താവ് പൗലോസിനോട് ചോദിക്കുവാന്ന് വെച്ചോ. ഇതൊക്കെ കഥയെ ചോദ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇല്ലസ്ട്രേഷൻ മാത്രം. പത്രോസേ, നീ വിശ്വാസിയാണോ? പൗലോസേ, നീ വിശ്വാസിയാണോ? അതെ കർത്താവ്. നീ എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല ബോർബൊരു തോട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. ഓക്കെ, എന്നാ നിനക്ക് നീതിയുടെ കിരീടം പോയിക്കൊള്ളാൻ പോകും. വളരെ സന്തോഷം. അടുത്ത ഞാൻ എന്നോട് ചെയ്സ, നീ വിശ്വാസിയാണോടാ? ഞാൻ പറഞ്ഞത് എന്താ വിശ്വസിച്ചത്? നീ എന്നെ അനുദിനം നടത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഓക്കെ, ഞാൻ നിന്നെ നടത്തിയല്ലോ. ഓക്കെ കർത്താവ്, നീ എന്നെ നടത്തി. എനിക്ക് നല്ല ജോലി കിട്ടുമെന്ന് വിശ്വസിച്ച് എനിക്ക് ജോലി തന്നു. എനിക്ക് വീട് കിട്ടുമെന്ന് വിശ്വസിച്ച് എനിക്ക് വീട് തന്നു. എനിക്ക് എൻ്റെ മക്കൾ അമേരിക്കയിൽ സെറ്റിൽ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞങ്ങളുടെ സഭ വിസ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി ദേശാധിപത്യ ശക്തികളുണ്ടായിരുന്നു. എല്ലാത്തിനെയും പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഞങ്ങൾ ജയമെടുത്തു. 2 കുഞ്ഞുങ്ങളെ നീ അമേരിക്കയിൽ കൊണ്ടുപോയി. എനിക്ക് നിന്നോടുള്ള നന്ദി ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു ഓക്കെ, നല്ല വിശ്വാസി, ശരി, ഓക്കെ എന്നാ ബൈബിൾ. പുള്ളി പറഞ്ഞു അപ്പം നീതിയുടെ കിരീടം നീ ചോദിച്ചില്ലല്ലോ? നീ ചോദിച്ച എല്ലാം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ ചോദിച്ച് വലിയൊരു കാറ് മേടിച്ചില്ലേ? ആ കാർ ഇടിച്ചാണല്ലോ നീ ഇവിടെ വന്നത്. പക്ഷെ നീ ഇങ്ങ് പോന്നെങ്കിൽ കാർ അവിടെ കിടന്നു. കാരണം ഈ പ്രാർത്ഥിച്ച് മേടിച്ചൊന്നും ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളല്ലായിരുന്നു, എല്ലാം അവിടെ തീർന്നു പോകുന്ന സാധനങ്ങളായിരുന്നു. ഭയങ്കര വിശ്വാസവീരനായിരുന്നു. പക്ഷെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു വഹ പ്രാർത്ഥിച്ച് മേടിച്ചിട്ടില്ല. ഇതാണ് അപ്പോഴാണ് മനസ്സിലാകുന്നത്, കർത്താവെ പൗലോസിനെ പോലെ നിത്യരാജ്യത്തിൽ ജീവന്റെ കിരീടം പ്രാപിക്കാൻ വേണ്ടി എനിക്ക് തന്ന വിശുദ്ധ വിശ്വാസത്തെ, അത്രയും വലിയ അവകാശങ്ങളിലേക്ക് എന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി തന്ന വിശുദ്ധ വിശ്വാസത്തെ ഞാൻ ഇവിടുത്തെ നശിച്ചു പോകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് തീർത്തു കളഞ്ഞല്ലോ. ഞാൻ എത്ര അരിഷ്ട മനുഷ്യനെന്ന് അന്നേ തോന്നുള്ളൂ. ഇന്ന് വിശ്വാസത്തിന്റെ ദൂർത്തടിയിലൂടെ സംഭവിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നത്. അനാവശ്യമായതും വേണ്ടാത്തതും എല്ലാം നമ്മൾ പിടിച്ചു മേടിക്കുന്നുണ്ട്. പക്ഷേ നിത്യതയിലേക്ക് വേണ്ട ഒരു സാധനം പോലും നമുക്ക് മുതൽ കൂട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് വിശ്വാസത്തിന്റെ ഓട്ടം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുക. അതിമഹത്തായ വാഗ്ദത്തങ്ങളിലേക്ക്, ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക്, അവന്റെ പെർഫെക്ഷനിലേക്ക് ഉള്ള ആ ലിങ്കാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതിമഹത്തായ വിശ്വാസം. അത് ഈ ലോക സംബന്ധമായ ഒരു വിഷയമേ അല്ല. ആ വിശ്വാസം ഒരു കാലത്ത് നമ്മുടെ പൂർവ്വതലമുറയ്ക്ക് ഉണ്ടായിരുന്നു. അന്നവർ വളരെ പ്രത്യാശയിൽ നിറഞ്ഞവരും കർത്താവിന്റെ തേജസ്സിന് വേണ്ടി നോക്കി കാത്തിരുന്നവരുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കുള്ളത് അതല്ല. ആ വിശ്വാസം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അന്ത്യകാലത്ത് സംഭവിക്കേണ്ട വിശ്വാസത്യാഗം ഇന്ന് നമ്മുടെ സഭകളെ വളരെ ആഴമായി വിഴുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ എവിടെ ചെന്നാലും വിശ്വാസം എന്തെന്നവരെ പഠിപ്പിക്കാൻ, നിത്യതയിലേക്ക് നോക്കാൻ, കാഴ്ച ഉണ്ടാകുവാൻ നമുക്ക് എല്ലാവർക്കും, ഒത്തിരി പേര് ഇത് പറഞ്ഞാൽ ഇത് പരക്കുള്ളൂ, സ്പ്രെഡ് ആവുള്ളൂ. ഒരാളുടെ പ്രസംഗത്തിലൂടെ അല്ല ദൈവത്തിന്റെ സഭ വ്യാപിക്കുന്ന, അനേകരുടെ ശുശ്രൂഷകളിലൂടെയാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നിത്യതയെ നോക്കി ശുശ്രൂഷിക്കുന്ന അനേകം ശുശ്രൂഷകരുണ്ടായെങ്കിൽ മാത്രമേ ഇന്നത്തെ ദുരുപദേശങ്ങളിൽ നിന്നും ലോകത്തിന്റെ വഞ്ചനകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ
മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും ഞങ്ങളെ വിളിച്ചിരിക്കുന്നവൻ്റെ പരിജ്ഞാനത്തിൽ ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കുള്ളതെല്ലാം ഞങ്ങൾ ഒരുക്കി വെച്ചു. പലപ്പോഴും ഞങ്ങൾ വിചാരിക്കും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പക്ഷെ കർത്താവെ, ഞങ്ങളല്ല, നീയാണ് ജീവിക്കുന്നത്. ആ ധനം എത്ര എക്സോസ്റ്റ് ചെയ്താലും തീരാത്തത്, എത്ര ഉപയോഗിച്ചാലും വർദ്ധിച്ചു വരുന്നത്, ആ വലിയ ആത്മാവിൻ്റെ ധനത്തിലേക്ക്, ധനസമൃദ്ധിയിലേക്ക് ദൈവമേ ഞങ്ങളെ ഇവിടെ നയിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.